ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? അങ്ങനെ നമ്മളെ യൂണിക് ടോക്ക് 97 ആണല്ലേ ഇന്ന്. 97ാമത്തെ ആഴ്ചയിലാണ് യൂണിക് ടോക്ക് ഉള്ളത്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. 97 ആഴ്ച ശനിയാഴ്ചകളായി നമുക്ക് ഈ ഒരു ഫ്രീ സെഷന് പല ടോപ്പിക്കുകളിലായി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നമ്മളൊരു ക്ലാസ് എടുക്കുന്നുണ്ട്, അഫ്സൽ വാഹിദ് സർ എടുത്തിട്ടുണ്ട്. നമ്മളൊരു ടീമായി കൺസിസ്റ്റന്റ് ആയി കൊണ്ടുപോയിട്ടുള്ള ഒരു കാര്യമായിരുന്നത്. നമ്മൾ എന്തൊക്കെ മിസ് വന്നു കഴിഞ്ഞാലും സെറും പറയുന്ന ഒരു കാര്യമായിരുന്നു, യൂണിക് ടോക്ക് മിസ് ചെയ്ത് ഇവിടെ ഏറ്റവും പെർഫെക്റ്റ് ആയി ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസ് തന്നെ നടത്തണമെന്നില്ല. അതിന്റെ മുന്നേ വേറെ യാത്രയിലോ തിരക്കിലോ ഒന്നും അല്ല എങ്കിൽ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. സത്യൻ സാറിനെയും അതുപോലെ ഷെയർ സാറിനെയും ഫാത്തിമ മാമിനെയും മാത്രമേ വീഡിയോ മോഡിൽ കാണുന്നുള്ളൂ. എന്നും പറയുന്ന പോലെ നമ്മൾ എന്തായാലും തിരക്കൊക്കെ മാറ്റി വെച്ച് ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി കയറിയതാണല്ലോ. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഐഫോൺ എന്നുള്ള ആൾ വന്നിട്ടുണ്ട്. താങ്ക് യു. ജസ്റ്റ് പറ്റുന്നവരൊന്ന് റീനെയിം ചെയ്യണേ, നിങ്ങളെ പേര് ഇവിടെ കാണൂല കേട്ടോ. അപ്പോ എന്താ പറയുക, ആ ഒരു സമയത്ത് ബെസ്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ യൂട്യൂബിൽ ഹെൽത്ത് ഇഷ്യൂ ആയതുകൊണ്ടാണ്. ആ കുഴപ്പമില്ല കേട്ടോ ഫാമിദ മാം, ഞാൻ പറ്റുന്നവരെടുത്താണ് റിക്വസ്റ്റ് ചെയ്തത്. എന്തായാലും ചിലരത് കേൾക്കുന്ന സമയത്തും ആ വീഡിയോ മോഡിൽ ഒന്ന് ഇരിക്കാന്ന് ചിന്തിക്കുന്നുണ്ടാവുക, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയതാന്ന് മാത്രം. അപ്പോൾ എന്താ പറയുക, കിട്ടുന്ന നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടല്ലോ, ഇതിന്റെ മുന്നേ നമ്മളിപ്പോൾ കുറേ ആൾക്കാർ ചെറിയൊരു പേടിയിലൊക്കെ ആവുന്നുണ്ടാവുക. പല സ്ഥലങ്ങളിൽ നിന്നും വെള്ളം കയറി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസൊക്കെ കേൾക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എല്ലാം പെട്ടെന്ന് ശരിയാവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാ. നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് ആ, നോക്കിയിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളെ ഫാത്തിമ മാം ആണ്. നമ്മളെ തന്നെ യുണീക്ക് എക്സ് ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമിലെ ഒരു ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ ഫാത്തിമ മാം. ചിലപ്പോൾ മാർക്കിങ്ങിലൊക്കെ മാമിന്റെ കൂടെ ഇങ്ങനെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ഒരു മാം യുണീക് ടോക്കിൽ വരാറുണ്ട്, അപ്പൊ കണ്ടിട്ടുണ്ടായിരിക്കും. യുണീക് എക്സ് തേർഡ് ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ്ലി എപ്പോഴും മാമിന്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഓരോരോ ക്യാരക്ടറിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ മാമിന്റെ ഹൈലൈറ്റ് ചെയ്ത് നോക്കുന്ന ഒരു സംഭവം മാമിന്റെ ഡെഡിക്കേഷൻ ആയിരുന്നു. മാഷാ അല്ലാ, എന്ത് കാര്യം ചെയ്യുന്ന സമയത്താണെങ്കിലും എന്റെ സൈഡിൽ നിന്ന് ഒരു 100% ഞാൻ കൊടുക്കും. എന്റെ കാര്യം ഞാൻ ക്ലിയർ ആക്കിയിരിക്കും എന്നൊരു രീതിക്കാണ്. ചിലപ്പോൾ എൻ്റെ അടുത്തൊക്കെ അവർക്ക് മിസ്സിനെ എനിക്ക് ഇന്ന് ടൂള് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ, ഒരാളെ സങ്കടം പോലെയാണെന്ന് പറയുന്നത്. ചില സ്റ്റുഡൻസിന് ടൂളേ തിരിഞ്ഞു നോക്കി ഉണ്ടാവില്ല, പക്ഷെ മാമിന് അതൊരു ദിവസം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഗ്രോത്ത് എക്സിലുണ്ട് മാം, അവിടെ ടാസ്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതെന്താ പറയുക, ഈ ഒരു ഡെഡിക്കേഷൻ എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് അത്രയും കൊടുക്കുന്ന, നമ്മൾ ചില ഈ കുട്ടികളെ കൊണ്ടൊക്കെ പറയില്ല എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കുന്ന, അതുപോലെ എന്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് അതുപോലെ ആളെ കൊണ്ട് എങ്ങനെയൊക്കെ പറ്റുമോ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളായിരുന്നു. അതിലേറ്റവും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും അതാണ് ചെയ്തു തീർക്കുക എന്നുള്ളതല്ല, അതിൻ്റെതായ രീതിക്ക് ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ആയിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലൊരു ക്ലിയർ പിക്ചർ ഉള്ള ഒരാളാണ്. പിന്നെ നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മനുഷ്യർ ജീവിക്കുന്ന ലക്ഷദ്വീപാണ് കേട്ടോ മാമിന്റെ സ്ഥലമുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, നമ്മളെപ്പോഴും പറയലുണ്ട് ലക്ഷദ്വീപ് എന്ന് വരെ നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ നാട് ലക്ഷദ്വീപാണ്. മാം കോൺവെക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ കാലിക്കറ്റ് വന്നിട്ട്. കേരളത്തിലാണ് മാം പഠിച്ചിട്ടുള്ളതും കാര്യങ്ങളൊക്കെ, പിന്നീട് അവിടെ പോയി സെറ്റിൽ ആയതായിരുന്നു. എന്താ പറയുക, ഷീസ് ദ ബാരിയർ എന്ന് പറയാൻ പറ്റും. കുറേ ലൈഫിൽ തിരിച്ചടികൾ വന്നപ്പോഴും പതറി പോയിട്ടുണ്ട്, പക്ഷെ അവിടുന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. ടോപ്പിക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നോ? എല്ലാം അംഗീകരിക്കുന്നതിൽ ഭംഗി എന്നുള്ളതാണ്. എല്ലാം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തുന്നതോ നേടിയെടുക്കുന്നതോ ഒന്നുമല്ല പറഞ്ഞത്. ലൈഫിൽ വന്നിട്ടില്ല എല്ലാ സിറ്റുവേഷനെയും അംഗീകരിക്കുന്നതിന്റെ മനസ്സിലാക്കുന്നതിന്റെ ഒരു ഭംഗിനെ കുറിച്ചാണ് നമ്മൾ സെഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കൊക്കെ പലപ്പോഴും അത് ആവശ്യകതയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ആവണം എന്നില്ല. ചിലപ്പം നമുക്ക് പഠിച്ചതിന് നമുക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാവും കാര്യങ്ങൾ ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങൾ തരാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ മാറ്റി വെക്കുന്നതാണ്. പക്ഷെ ആ ഒരു വേദനനെ അല്ലെങ്കിൽ ആ ഒരു മൊമെന്റിന് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റണമല്ലോ. അതിനുള്ള ചെറിയ ചെറിയ ഇൻസൈറ്റ്സ് ആവട്ടെ നമുക്ക് കിട്ടുന്നുണ്ടാവും ഇൻഷാല്ല. ഏറ്റവും ബെസ്റ്റ് ആയി തന്നെ അത് മാം പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം ഫ്രം ദ എക്സ്പീരിയൻസ്. ഈ ഒരു ടോപ്പിക്ക് പറയാൻ ആൾ അത്രയും ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റഡ്ലി അത് പറഞ്ഞത്. എല്ലാം അംഗീകരിക്കുന്നതിന്റെ ഭംഗി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇൻഷാല്ല ഫാത്തിമ മാം പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. എല്ലാവരും ആ ഒരു സെഷൻ അടിപൊളിയായിട്ടിരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ യുണിക് ടോക്കിൽ ഒരു 3 കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒരു കുട്ടിയുടെ മൈൻഡ് സെറ്റോട് കൂടിയിട്ടിരിക്കുക. എന്താവും ആള് പറയുന്നുണ്ടാവുക, ജഡ്ജ്മെന്റൽ സ്റ്റേറ്റ് അല്ലാണ്ട് ഒരു കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ എന്തപ്പോ പറയുന്നുണ്ടാവുക, എങ്ങനെയായിരിക്കും അത്, ആ ഒരു നമ്മൾക്കുള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, അതോടുകൂടി ഇരിക്കുക. പറയുന്ന ഭാഷയിലേക്കോ കാര്യങ്ങളിലേക്കോ ഫോക്കസ് ചെയ്യാണ്ട് എപ്പോഴും ഞാൻ ഭയങ്കര സംഭവമാണ്, എനിക്കെല്ലാം അറിയാം, നമുക്കൊക്കെ അറിവുണ്ട് ശരിയാണ്, അതിനൊന്നും ആരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ആ, അറിയുന്ന സമയത്ത് മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ കൂടെ സ്വീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നമുക്ക്. സിമ്പിൾ ആയിട്ട് പച്ചയായിട്ടുള്ള മനുഷ്യനായിട്ടിരിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇരിക്കുന്ന സ്റ്റേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഖുറാനിലൊക്കെ പറയുന്നതാണല്ലോ, ഹദീസുകളിലൊക്കെ കാണുന്നതാണ്, ഇന്നമൽ അമാലു ബിന്നിയാത്ത്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവർത്തനം അതിന്റെ നീയത്ത് പോലെയാണ്. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതെനിക്ക് നമുക്ക് എല്ലാവർക്കും ബെസ്റ്റ് ആയി കിട്ടട്ടെ, മാമിന് അതുപോലെ ബെസ്റ്റ് ആയി ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റട്ടെ ഇൻഷാല്ല.
താങ്ക് യു. ഓ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ്. കൂടെ എല്ലാവരെയും ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നത്. 45% നമ്മൾ തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് എന്തോ ഒരു പ്രകാശത്തെ ഒരു വെളിച്ചത്തെ തേടി എത്തിയിട്ടില്ലാണല്ലോ. അത് ഏറ്റവും ബെസ്റ്റ് ടൈമായി നമുക്കിത് മാറട്ടെ ഇൻഷാല്ലാ. അപ്പോൾ വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് വെൽക്കം ഫാത്തിമ മാം. ഓവർ ടു യു. അസ്സലാമലൈക്കും. നമസ്കാരം ഓൾ. ആദ്യം തന്നെ ഞാൻ ഇങ്ങനെ ഒരു സെഷൻ കിട്ടിയതിൽ ഒരുപാട് നന്ദിയാണ്. അൽഹംദുലില്ലാഹ്, സോ ഗ്രേറ്റ്ഫുൾ. അപ്പോ എനിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സബ്ജക്റ്റ് തന്നെ, അതായത് ഞാനൊരു മലയാളിയല്ല, എന്നിരുന്നാൽ കൂടി ഞാൻ ആദ്യം വിചാരിച്ചത്, അതായത് ഈ മലയാളത്തിന്റെ ഒരു 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 പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് വേൾഡില് ഏറ്റവും ടഫസ്റ്റ് ലാംഗ്വേജിൽ ഒന്നാണ് ഈ മലയാളം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ആലോചിച്ചു ദ ആർട്ട് ഓഫ് എക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ വെക്കാമെന്ന് വിചാരിച്ചു. ബട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് അത് ഒരു മലയാളത്തിൽ കൊടുത്തുകൂടാ എന്ന് വിചാരിച്ചിടത്താണ് എല്ലാം അംഗീകരിക്കുന്നതിലെ ഭംഗി എന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് ഞാൻ വരുന്നത്. ആക്ച്വലി അത് തന്നെയാണ് അതിന് സ്യൂട്ട് ആകുന്നത് എന്നുള്ളതാണ്. മലയാളത്തിൽ തന്നെ അത് കൊടുക്കണം എന്നുള്ളതാണ്. നമ്മള് സംസാരിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഒരു വേ ഓഫ് ലൈഫാണ് ശരിക്ക്. അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. പക്ഷെ നമ്മള് എന്താ പറയാ, നമ്മുടെ ലൈഫില് പല രീതിയിലുള്ള എക്സ്പെക്ടേഷൻസും പല അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മളെ പലപ്പോഴും സ്ട്രെസ്ഫുൾ ആയ അല്ലെങ്കിൽ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി നമ്മളെ മാറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മളെല്ലാ മനുഷ്യർക്കും നമുക്കറിയാം, എല്ലാ മനുഷ്യരും യുണീക്ക് ആണ്. വ്യത്യസ്ത തരം കഴിവുകളോട് കൂടിയാണ് ഓരോ മനുഷ്യരെയും ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള പർപ്പസോട് കൂടിയിട്ടാണ് എല്ലാ മനുഷ്യരെയും നമ്മള് അതായത് ആരാണോ ഇത് ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നത്, ആ ക്രിയേറ്റർ ഇവിടത്തേക്ക് അയച്ചിരിക്കുന്നത് പർപ്പസ്ഫുള്ളി തന്നെയാണ്. ഓരോരുത്തർക്കും യൂണീക്ക് ക്വാളിറ്റീസ് ആണ്. അപ്പൊ അവിടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരു പ്രശ്നമാണ് പലപ്പോഴും നമ്മൾ ഈ ഒരു ലോകത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോ ഞാനിപ്പോ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അക്സെപ്റ്റൻസിലേക്ക് ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതില് നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും മനുഷ്യന്മാരാണ്, നമ്മൾ യുണീക്ക് ക്വാളിറ്റീസ് ഉള്ളവരാണ്. എന്നിരുന്നാൽ കൂടി നമ്മൾ സെൽഫ് റിയലൈസേഷൻ നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിലപ്പോ ചിന്തിക്കാറുണ്ട്. നമുക്ക് എപ്പോഴാണ് എല്ലാവർക്കും സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം. അപ്പോ ഞാൻ സംസാരിക്കുന്നതിൽ ചിലപ്പോ സ്പീഡ് ഉണ്ടാവാം. എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, ടു ബി ഫ്രാങ്ക്. അപ്പോ അപ്പോ എന്റേത് അക്സെപ്റ്റ് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എത്തട്ടെ. സോ നമുക്ക് നമ്മള് കാണുന്ന ഈ ഒരു സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിന്റെയും എന്താണോ നമുക്കുള്ള നമ്മുടെ ഒരു പവർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ്, അതിനെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്നത്. പക്ഷേ സെൽഫ് റിയലൈസേഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ പൊതുവേ നമ്മൾ പറയാറുണ്ട് എൻലൈറ്റൻ ചെയ്തിട്ടുള്ള ആൾക്കാർ എന്ന് പറയാറുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ പൊതുവേ ഉള്ള ഒരു ഹ്യൂമാനിറ്റി പറയാന് അവരുടെ ഒരു ബിലീഫ് വെച്ചിട്ട് പറയും അത് കുറച്ചു പേർക്ക് കിട്ടുന്നതാണ്. ഇത് എൻലൈറ്റ്മെന്റ് കിട്ടുന്നത് കുറച്ചു പേർക്കാണ്, കുറച്ച് ലക്കി പീപ്പിൾസ് ആണ് അവര് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം. ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന മനുഷ്യര് ഒരിക്കലും അങ്ങനെ ഒരു തോട്ടിലേക്ക് പോവില്ല എന്നുള്ളതാണ്. മറിച്ച് എൻലൈറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മളിലുള്ള കഴിവുകളെ അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് വേർഷനെ കണ്ടെത്തുന്നിടത്താണ് നമ്മുടെ സെൽഫ് റിയലൈസേഷൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പോ നമ്മള് അത് കണ്ടെത്തുള്ളോ? എവിടെയാണ് കമ്പ്യൂട്ടർ? പെരിന്തൽമണ്ണല്ലേ? റൂമിലല്ലേ? ആരോ മ്യൂട്ട്. ഓക്കെ, ഫാത്തിമ മാം നിങ്ങൾ മ്യൂട്ടായി പോയിട്ടുണ്ട്, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. ഇപ്പൊ മ്യൂട്ട് ആയതാണോ? ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഓക്കെ.
പോയത് കുറച്ച് സെക്കൻഡ് മുന്നേ അവിടെ. പറയുന്നത് കേട്ടിരുന്നോ? പറയുന്നത് ആ കേട്ടിരുന്നോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ സെൽഫ് റിയലൈസേഷനിലേക്ക് നമുക്ക് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നതും പൊതുവെ ഹ്യൂമാനിറ്റിയുടെ ഒരു ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചു പേർക്ക് അവരുടെ എൻലൈറ്റ്മെന്റ് പീപ്പിൾസിന് ആ ഉൾക്കാഴ്ചയും എന്റെ ഒരു കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ എന്നെ കാഴ്ചപ്പാടില് ഓരോ മനുഷ്യർക്കും അവരുടെ കാണേണ്ടത് എന്നുള്ളതാണ്. കാരണം ഓരോ മനുഷ്യരും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുണീക്ക് ആണ്. യുണീക്ക് ക്വാളിറ്റീസോട് കൂടിയാണ് നമ്മൾ ഓരോ മനുഷ്യരും ജനിച്ചു വീഴുന്നത് എന്നുള്ളതാണ്. സോ നമ്മൾ പൊതുവെ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല എന്നുള്ളതാണ്. മൈ മൈൻഡ് എന്ന് പറയുന്നിടത്ത് ഈ മൈ മൈൻഡിന്റെയും മൈ ബോഡിയുടെയും ഓണർ ആരാണ്? ആരാ ഓണർ? തീർച്ചയായിട്ടും നമുക്ക് പറയാൻ കഴിയും, നമ്മൾ തന്നെയാണ് നമ്മുടെ ബോഡിയുടെയും നമ്മുടെ മൈൻഡിന്റെയും ഓണർ എന്ന്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് വരുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹൂ ഐ ആം എന്നുള്ളതായിരിക്കും. എന്താണ് ഞാൻ എന്നുള്ളതായിരിക്കും. സോറി, വാട്ട് ഐ ആം എന്നുള്ളതായിരിക്കും. ഞാൻ എന്താണ് എന്നുള്ളതായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്, അല്ലെ? ഓരോ ബോഡിയിലുള്ള ഓരോ വ്യത്യസ്ത തരം പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ പക്ഷേ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് എന്ന് ചോദിക്കുമ്പോ അവിടെ എല്ലാവർക്കും കിട്ടുക ഒരൊറ്റ ഉത്തരം മാത്രമാണ്. ആ ഒരൊറ്റ ഉത്തരം, അതായത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങൾ എന്താണെന്ന് പലരും പല ഉത്തരം പറയുമെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുക ഒരൊറ്റ ഉത്തരമാണ്, ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടൂ. ആ ഒരു ആൻസർ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറഞ്ഞാല് വളരെ ഉപകാരമായിരുന്നു. ആർക്കെങ്കിലും പറയാൻ കഴിയും? അള്ളാഹുവിന്റെ അടിമ. അതല്ല ആൻസർ, അതല്ല, സോറി. പക്ഷെ ഇനി ആൻസർ ഒന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ ഒന്ന് നമുക്ക് ശ്രമിച്ചു നോക്കാം. ഒരു ഹ്യൂമൻ ബീങ്. ക്വസ്റ്റ്യൻ ഒന്നൊരു പറയാമോ? ഏത് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടില്ല, ഒന്നൊരു പറയാമോ? അതായത് നമ്മളിപ്പോ നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ആരാണ്, അല്ല സോറി, നമ്മുടെ മൈൻഡ്, നമ്മുടെ ബോഡി, ഇതിന്റെ ഓണർ എന്ന് പറയുന്നത് നമ്മളാണ്, അല്ലെ? നമ്മളാണ് നമ്മുടെ ബോഡിയുടെയും നമ്മുടെ മൈൻഡിന്റെയും ഓണർ എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പൊ നമ്മൾ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ എന്താണ്? വാട്ട് ഐ ആം. അപ്പോ എന്താണ് ഞാൻ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എല്ലാവരും പല പേരുകളിൽ അറിയപ്പെടുന്ന മനുഷ്യരാണ്. പല രീതികളിൽ പല പേരുകളിൽ അറിയപ്പെടുന്ന, പല രൂപത്തിലും പല ഭാവത്തിലുമുള്ള മനുഷ്യരാണ്. പക്ഷേ ഞാൻ എന്താണ് എന്ന് ചോദിക്കുന്നതിന്റെ ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. അത് ലൈഫാണ് എന്നുള്ളതാണ്. അത് ലൈഫാണ്. അതായത് നിങ്ങൾ എല്ലാവരുടെയും ജീവിതം എന്ന് പറയുന്നതാണ്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ പല രീതിയിൽ പല എല്ലാം നടക്കുന്നത് ഒരു ലൈഫിന് വേണ്ടിയിട്ടാണ്, അല്ലെ? നിങ്ങൾ എല്ലാവരും പല രൂപത്തിലും പേരിലും അറിയപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് വാട്ട് ഐ ആം എന്നുള്ളത്. ഞാൻ എന്താണ് എന്നുള്ളതിന്റെ ഉത്തരം നിങ്ങളുടെ ജീവിതമാണ്. ആ ജീവിതത്തിലൂടെയാണ് നിങ്ങൾക്ക് കാഴ്ചവെക്കേണ്ടത്. നെക്സ്റ്റ് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരാൻ പോകുന്ന ചോദ്യം ഹൂ ആം ഐ എന്നുള്ളതായിരിക്കും. ഞാൻ ആരാണ് എന്നുള്ളതായിരിക്കും. ഇപ്പോ വാട്ട് ആം ഐ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, അത് റിയലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. കാരണം നമ്മൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത് നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാണ്. നമ്മൾ ആരാണ്, ഹൂ ഐ ആം എന്നുള്ള ചോദ്യത്തിൽ നമ്മൾ ലൈഫ് ആക്ച്വലൈസേഷൻ ആണ് വരുന്നത്. അതായത് അവിടെ ബോഡിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ബോഡിയാണ്. ഏത് രീതിയിലാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ടുകള് നമ്മുടെ ബോഡിയിലൂടെ നമ്മുടെ ഒരുപാട് ചോയ്സസ്, നമ്മൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് ആ ചോയ്സസ് ചൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ബെസ്റ്റ് വേർഷനിലേക്ക് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ
അല്ലെങ്കിൽ ആ മനുഷ്യൻ ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അവൻ ആരാണ് എന്ന് നിശ്ചയിക്കുന്നത്. സോ സോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ അപ്പോ ലൈഫ് ആക്ച്വലൈസേഷനും ലൈഫ് റിയലൈസേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ലൈഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലൈഫ് റിയലൈസേഷൻ കഴിഞ്ഞിട്ട് വേണം പോവാൻ. എന്നാൽ ലൈഫ് റിയലൈസേഷൻ പൂർണ്ണമായിട്ട് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോറിലൂടെ കടന്നിട്ട് പോകണം. ആ ഡോറാണ് നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലൈഫിനെ അതേപോലെ അംഗീകരിക്കുക എന്നുള്ളത്. നമുക്ക് നമ്മുടെ ലൈഫ്, അപ്പൊ പലർക്കും പല സംശയങ്ങൾ ഉണ്ടാവും. എന്താണ് എല്ലാം അംഗീകരിക്കുന്നതിലെ ഭംഗി എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന്. നമ്മളെല്ലാവർക്കും എല്ലാ കാര്യത്തിനും അപ്രൂവൽ കൊടുക്കുകയാണോ എന്നുള്ള ഒരു സംശയം വരാം. അതേപോലെ തന്നെ നമ്മൾ ഫോർഗിവ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ഫോർഗിവ് ചെയ്യുന്നതാണോ എന്നുള്ള സംശയം വരാം. അതുമല്ല. പക്ഷെ നമ്മൾ റിയാലിറ്റിയിൽ എന്താണോ യഥാർത്ഥത്തിൽ നമ്മളെ അംഗീകരിച്ചുകൊണ്ട്, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ അംഗീകരിച്ചുകൊണ്ട്, നമ്മുടെ ലൈഫിലേക്ക് വരുന്ന സിറ്റുവേഷനെ അംഗീകരിച്ചുകൊണ്ട്, അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന ഒരു വേ ഓഫ് ലൈഫാണ് അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അക്സെപ്റ്റൻസ് നമുക്ക് എത്രത്തോളം പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മുടെ ലൈഫ് സാറ്റിസ്ഫാക്ഷനോട് കൂടി, നമ്മുടെ പീസ് ഓഫ് മൈൻഡോടുകൂടി നമ്മുടെ ലൈഫിനെ ഹാപ്പി ആക്കി നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും എന്നുള്ളതാണ് അക്സെപ്റ്റൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ടെൻഷൻസ്, കൂടുതലായിട്ടുള്ള സ്ട്രെസ്, അനാവശ്യമായ ഒരുപാട് ഓവർ തിങ്ക്, ഇതൊക്കെ കൊണ്ട് നമ്മുടെ ലൈഫ് പല രീതിയിലും ഡിസ്ട്രാക്റ്റഡ് ആണ്. പല മനുഷ്യരും അവരുടെ പർപ്പസും അവരുടെ ലൈഫിലെ ഒരു ആക്ച്വലൈസേഷൻ എന്താണെന്ന് മനസ്സിലാകാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെയാണ് നിങ്ങൾ ഓരോരുത്തർക്കും റിയലൈസേഷൻ വരേണ്ടതിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് ഞാനിവിടെ നിങ്ങളോട് പറയുന്നത്. പക്ഷെ ഇൻഡെപ്ത് ആയിട്ട് റിയലൈസേഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെൽഫ് അക്സെപ്റ്റൻസ് തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നമുക്കറിയാം, ഒരു മനുഷ്യൻ ജനിക്കുമ്പോ ഒരുപാട് കഴിവുകളോട് പോരായ്മകളോട് കൂടിയിട്ടാണ് ഒരു മനുഷ്യൻ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. ഒരുപാട് നന്മകളോട് കൂടിയാണ് മനുഷ്യന്മാർ ഈ ലോകത്തിലേക്ക് ജനിച്ചു വീഴുന്നത്. പക്ഷെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന ഒരുപാട് എന്താ പറയാ, നമ്മുടെ ഡയറക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചു വീഴുന്ന വളർന്നു വരുന്ന നമ്മുടെ സിറ്റുവേഷൻസ്, നമ്മുടെ കൾച്ചർ, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യന്മാരെ, അവരിൽ നിന്ന് നമ്മൾ പഠിച്ചു വരുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ എന്ന് പറയുന്ന മനുഷ്യനെ ബിൽഡ് ചെയ്യുന്നത്. അവിടെ ചില കാര്യങ്ങളിലെ മിസ്റ്റേക്സ് വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെയും നമ്മളെയും അക്സെപ്റ്റ് ചെയ്യാതെ അൺറിയലിസ്റ്റിക് ആയിട്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ അക്സെപ്റ്റൻസിലൂടെ നമുക്ക് എന്ത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, പീസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ ഭയങ്കരമായിട്ട് ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്ക് ഹാപ്പിനെസ്, നിങ്ങളുടെ ലൈഫിൽ ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ അക്സെപ്റ്റൻസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എടുക്കാൻ പറ്റുക സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യുക. അത് കുറച്ച്, കാരണം നമ്മളിപ്പോ എല്ലാവർക്കും അത് കഴിഞ്ഞോളണമെന്നില്ല. പക്ഷെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാടുണ്ടാവും. പക്ഷെ നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ അതിനെ അംഗീകരിച്ചുകൊണ്ട് നമ്മളെ എങ്ങനെയാണ് നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസിൽ പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും നമ്മൾ ചെയ്യാൻ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ട് നമ്മൾ പറയും, ഓ അവർക്ക് എന്തൊരു നല്ല വീടാണ്, എന്ത് ഭംഗിയാണ് അവളെ കാണാന്, അവർക്ക് വലിയ കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ത് നല്ലോണം പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവര് അല്ലെങ്കിൽ ആ വീട്ടിലെ ആൾക്കാർ എന്ത് നല്ലോണം ആ വീട്ടുകാരെ പോറ്റുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പൊ നമ്മളോട് ചോദിക്കും നിനക്ക് എന്താ ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്കങ്ങനെ ഒന്നുമില്ല, എനിക്കൊന്നും ഇല്ല എന്നുള്ളതാണ്.
അവിടെ നമ്മൾ പറയാ എനിക്ക് ശരിയായ വീടില്ല, എനിക്ക് കാറില്ല, വണ്ടിയില്ല, വീട്ടിൽ എപ്പോഴും പ്രശ്നങ്ങളാണ്, എപ്പോഴും പ്രോബ്ലംസ് ആണ്, എന്റെ ചുറ്റിലും എപ്പോഴും സ്ട്രെസ് ആണ്, കുട്ടികൾ അങ്ങനത്തെ പ്രശ്നമാക്കാണ്, കുട്ടികളാണെങ്കിൽ വെറും വഴക്കാണ്, വീട്ടിൽ അടിയാണ്. അങ്ങനെ നമുക്ക് ഇല്ലാത്തതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പറയാൻ ഒരുപാട് നാവാണ്. അപ്പൊ നമ്മൾ അത് വിസ്തരിച്ച് നമ്മൾ ചിലപ്പോ പറയും. പക്ഷെ നമുക്ക് എന്താണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോ അവിടെ നമുക്ക് പറയാൻ വളരെ കുറച്ചാണ് ഉണ്ടാവുക. ആക്ച്വലി നമുക്ക് ഉള്ളതാണ് കൂടുതൽ, നമുക്ക് ഇല്ലാത്തത് വളരെ കുറവാണ്. അതാണ് ഒരു ഫാക്ട്. അപ്പൊ നമ്മൾ ഈ അക്സെപ്റ്റൻസിനെ നമ്മൾ വേണ്ട വിധത്തില് ആ റിയാലിറ്റിയെ നമ്മൾ ഉൾക്കൊള്ളാത്തത്, നമ്മൾ അതായത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള പ്രതീക്ഷകൾ വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ലൈഫ് എന്താണെന്നുള്ള ഒരു ഡെപ്തിൽ നമ്മൾ ഒരു റിയാലിറ്റി, ബേസിക് റിയാലിറ്റി നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്തത്. ചിലപ്പോ നമ്മൾ, അതായത് നമ്മളിപ്പോ ഒരാൾ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവനെന്ത് ചെയ്യുന്ന, അവനെന്താ ചെയ്യുന്നത്, അവനക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, അവൻ എങ്ങനെയാ എന്നെ അങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോ റൈസ് ആവും. ആക്ച്വലി അത് വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണേണ്ടത്. അവരങ്ങനെ പറഞ്ഞാൽ എന്താ, എന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞാൽ എന്താ, എനിക്കെന്താ? കാരണം ഞാൻ എന്ന് പറയുന്ന എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ക്രിയേറ്ററാണ്. അവിടെ ആ ക്രിയേറ്റർ യുണീക്ക് ആയിട്ട് എന്നെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കുള്ള കുറവുകൾ വളരെ കുറച്ചും എനിക്കുള്ള കഴിവുകൾ പരിമിതി ഒതുങ്ങാത്തത്ര കഴിവുകൾ എനിക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനാണ് ഖുറാനിൽ പറയുന്നത്, നീ നിന്റെ താഴോട്ടുള്ള ആളെ, അതായത് നിന്നേക്കാളും കഴിവില്ലാത്തവനിലേക്ക് നോക്കാൻ പറയുന്നത് അതാണ്. നമ്മൾ കമ്പയർ ചെയ്യരുത് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളിൽ കഴിവില്ലാത്ത ഒരാളെയാണ്. അവിടെ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, ഭയങ്കര കോൺഫിഡൻസ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുക. കാരണം ചിലപ്പോ നമുക്ക് ഇല്ലാത്ത കാര്യം ചിലപ്പോ നമ്മളെക്കാളും കഴിവില്ലാത്ത ഒരാൾക്ക് ഒരുപാട് ഇല്ലാതെ അവൻ ചിലപ്പോ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതേ കാര്യം നമുക്ക് ഒരുപാട് രീതിയിൽ എത്രയോ ഭംഗിയായിട്ട് നമുക്ക് ഉണ്ടാവും. അവിടെ നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടും, സെൽഫ് കോൺഫിഡൻസ് കൂടും, നമുക്ക് ഒരുപാട് കാര്യം നമ്മളെ കുറിച്ച് റിയലൈസ് ചെയ്യാനുണ്ടാവും, അവെയർ ചെയ്യാനുണ്ടാവും. അപ്പൊ നമ്മൾ സെൽഫ് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത്, നമുക്ക് പോസിറ്റീവ്സ് ഉണ്ട്, നെഗറ്റീവ്സ് ഉണ്ട്, നമുക്കുള്ള ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട്, നമുക്ക് ഇല്ലാത്ത കുറെ വീക്ക്നെസ് ഉണ്ട്, നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. അവിടെ നമുക്ക് ശരിയാക്കാനൊന്നും കഴിയില്ല. അത് അതേപടി നമുക്ക് അംഗീകരിക്കുകയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോ നമ്മൾ എങ്ങനെയാണോ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, നമ്മളിലുള്ള സ്പെഷ്യാലിറ്റീസ് എന്താണോ, നമ്മളിലുള്ള കുറവുകൾ എന്താണോ, അത് അതേപടി അംഗീകരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ചിലപ്പോ ഈ സെൽഫ് അക്സെപ്റ്റൻസിന്റെ കാര്യം പറയുമ്പോൾ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ചിലര് പറയും, ഓള് മെലിഞ്ഞിട്ടാണ്, ഓനാണെങ്കിൽ എന്താ തടിച്ച് വണ്ണം വെച്ചിട്ട് എന്ന് പറയും. അപ്പോ നമ്മുടെ പോരായ്മകള് നികത്താൻ പറ്റുന്നതാണെങ്കിൽ അത് അവരെന്തോ പറഞ്ഞോട്ടെ, നമുക്കത് ഒരു പ്രശ്നമില്ല എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി നിൽക്കണം. കാരണം നമ്മളാണ്. അത് ഞാൻ തുറന്നു പറയാണ്, ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് കൊണ്ടുവരും എന്നുള്ളതാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. ഞാനാണ്, എന്നെ മാറ്റാൻ നിങ്ങൾക്ക്, അതായത് എന്നിലുള്ള ചീത്ത സ്വഭാവങ്ങളെ, അതായത് മാറ്റാൻ പറ്റുന്ന ചീത്ത സ്വഭാവങ്ങളെ തീർച്ചയായിട്ടും ഞാൻ പഠിച്ചുകൊണ്ട് മാറ്റും. പക്ഷേ എന്നിലുള്ള മാറ്റാൻ പറ്റാത്ത എന്റെ ക്രിയേറ്റർ ഉണ്ടാക്കി വിട്ടിരിക്കുന്ന കാര്യങ്ങളെ എനിക്ക് ഒരു കാരണവശാലും മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ്. അവിടെ നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പൊ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരെ അവരെന്തോ പറഞ്ഞോട്ടെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അവരെ വിട്ടുകളയാ. അങ്ങനെ പറയുന്നവര് പറഞ്ഞോട്ടെ, നമ്മൾ എന്താണോ നമ്മളതാണ് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഫോർവേഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കരമായിട്ട് കഴിയാം. ഭയങ്കര ഗ്രോത്ത് ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ഈ ബോഡി ഷേമിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ വിട്ടുപോയൊരു കാര്യം, അതായത് നമ്മളിപ്പോ ഒരു വണ്ണമുള്ള ആളാണ്, പക്ഷെ വണ്ണമുള്ള ഒരുപാട് പേര് ഡാൻസ് ചെയ്യുന്നവരുണ്ട്. അവരുടെ ബോഡി അതിന് വഴങ്ങുന്നുണ്ട്. കാരണം അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവർ ചെയ്യുന്നത് കൊണ്ടാണ്. അവർ ഒരുപാട് റീൽസിൽ നമ്മളത് കാണാറുണ്ട്. അപ്പോ പക്ഷെ ഇവര് നമ്മളെ ഇങ്ങനെ നമ്മുടെ പോരായ്മകളെ കാണിച്ചുകൊണ്ട് നമ്മളെ അങ്ങനെ എന്താ പറയാ, അങ്ങനെ നമ്മളെ അപമാനിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവരെ അവരുടെ പാട്ടിന് വിടുക. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വണ്ണമുള്ള ആളാണ്, നമ്മൾ ബോഡി ഫിറ്റ് ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നമുക്ക് അതിനുള്ള എക്സസൈസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കാം. ആ രീതിയിലാണ് നമ്മളത് ചേഞ്ച് വരുത്തേണ്ടത്. നമ്മൾ അത് ലെറ്റിക്കോ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്യണം, പക്ഷെ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെയാണ് മാറ്റാൻ പറ്റാത്ത, നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇപ്പോ നമ്മുടെ ഒരു കളർ, അതായത് നമ്മുടെ ബോഡിയിലുള്ള ചിലർ കറുത്തിട്ടാവും, ചിലപ്പോ ചിലർ ബ്രൗണിഷ് ആയിരിക്കും, ചിലപ്പോ ചിലർ വെളുത്തിട്ടായിരിക്കും. അപ്പൊ അത് ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നതാണ്. അതിനെ നമ്മൾ മാറ്റാൻ നമുക്ക് പറ്റില്ല. പക്ഷെ അതിലുമുള്ള ഭംഗിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതിലുള്ള പോസിറ്റീവ് കാര്യം എന്താണ്, ഏത് രീതിയിൽ അതിനെ ഭംഗിയാക്കാൻ പറ്റും, ആ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഞാനിപ്പോ പറഞ്ഞ സെൽഫ് അക്സെപ്റ്റൻസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോ അതേപോലെ തന്നെ അതിൽ വരുന്ന മറ്റൊരു കാര്യമാണ് നമുക്ക് അസൂയയും കുശുമ്പുള്ള ഒരു കാര്യം. അതായത് ഏത് മനുഷ്യനായാലും നമുക്ക് പ്രത്യേകിച്ചത് ഞാനത് ലേഡീസിന്റെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഫാത്തിമ മാം, റേഞ്ച് ഇഷ്യൂ ഉണ്ടായിരുന്നോ? ഒന്ന് സ്റ്റെക്ക് ആയിണ്ടല്ലോ. കൂടെ നടക്കുന്ന ഒരാൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം അവർക്ക് കിട്ടുമ്പോ, കേൾക്കുന്നുണ്ടോ? അപ്പൊ ഓക്കെ ആയിട്ട് ഇതിനിടയിൽ ഒന്ന് ഇത്തിരി സ്റ്റെക്കായി. ഇപ്പൊ ഓക്കെ. ഇവിടെ ഭയങ്കര വെതർ വാർണിംഗ് ഉണ്ട്. അപ്പോ ഭയങ്കര ക്ലൈമറ്റ് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ടാണ്, സോറി ഫോർ ദാറ്റ്. നോ പ്രോബ്ലം, കണ്ടിന്യൂ. ഇപ്പൊ ക്ലിയർ ആണോ? ഓഡിബിൾ ആണോ? യെസ് യെസ് യെസ്, ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മള് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അസൂയ കുശുമ്പിന്റെ കാര്യമാണ്. അപ്പൊ അസൂയയും കുശുമ്പ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കിട്ടാത്ത, നമ്മളൊരു മൊബൈൽ ഫോൺ ആഗ്രഹിക്കുന്നു, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ നമ്മുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ ബ്രദർ നമുക്കത് എടുത്തു തരുന്നില്ല, പക്ഷെ നമ്മുടെ ഒരു ഫ്രണ്ടിന് മൊബൈൽ കിട്ടി. അപ്പൊ അതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവർക്ക് കിട്ടിയതിൽ സന്തോഷിക്കണം. കാരണം എനിക്ക് കിട്ടാത്തത് അവൾക്ക് വേഗം കൊടുത്തല്ലോ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അതിന് നന്ദി കാണിക്കുകയാണ് വേണ്ടത്. നെക്സ്റ്റ് അവളോട് പറയണം, നീ എനിക്കും കൂടി പ്രാർത്ഥിക്കണേ, ഒന്ന് എനിക്ക് കൂടി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി അതിനെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ നമ്മൾ ക്ഷമിക്കുന്നതിന് നമുക്ക് ഏറ്റവും, കാരണം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതിന് നമുക്ക് കൂടുതൽ ഗുണമാണ് എന്നാണല്ലോ പറയുന്നത്. അതായത് നമ്മൾ എത്രത്തോളം പേഷ്യൻസ് ഒരു കാര്യത്തിൽ കാണിക്കുന്നോ അത്രയും മനോഹരമായിരിക്കും ആ ഒരു കാര്യം എന്നുള്ളതാണ്. സോ അപ്പൊ അതാണ് ഈ അസൂയയുടെയും കുശുമ്പിന്റെയും കാര്യം പറയുന്നത്. നമുക്കുള്ളത് നമുക്ക് എങ്ങനെയായാലും നമ്മളിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ്. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ വെയിറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി നമ്മൾ പോകുന്നത് സെൽഫ്, നമ്മളിപ്പോ നമ്മളെ തന്നെ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. നമ്മൾ എങ്ങനായിരിക്കുന്നോ അതേ അവസ്ഥയിൽ നമ്മുടെ സ്ട്രെങ്ത്തിനെ, നമ്മുടെ വീക്ക്നെസ്സിനെ, നമ്മൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കാര്യങ്ങളെ, നമ്മുടെ കോൺഫിഡൻസിനെ എല്ലാം ഏത് രീതിയിലാണോ ഉള്ളത് അതേ രീതിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. ഇനി നമ്മൾ പോകുന്നത് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തെ കുറിച്ചാണ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യര്, അപ്പൊ നമ്മളും നമ്മുടെ കാര്യങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. അപ്പൊ നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യന്മാരെ നമ്മൾ എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ മുന്നിലിരിക്കുന്ന മനുഷ്യന്മാർ പല കൾച്ചറിൽ നിന്ന് വരുന്നവരായിരിക്കാം, പല റിലീജിയനിലായിരിക്കാം, പല ബിഹേവിയർ ആയിരിക്കാം, പല ബിലീഫ്സ് ആയിരിക്കാം. പക്ഷെ അവരായിട്ട് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. പറയുന്നില്ലേ, മനുഷ്യന്മാരിലെ മതങ്ങളെയൊക്കെ നമ്മൾ പല രീതിയിലും, മതങ്ങൾ പല വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരുടെയും ജാതി ഒന്നാണ്, മനുഷ്യന്റെ ജാതിയാണത്. അപ്പോ ആ ഒരു റിയാലിറ്റി നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇവിടെ ഞാൻ റിലീജിയന്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അത് ആരെയും ഹേർട്ട് ചെയ്യാനൊന്നുമല്ല, ചില കാര്യങ്ങളെ നമ്മളെ അംഗീകരിക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തു പറയുന്നത്. അതായത് ഇസ്ലാം മത വിശ്വാസത്തിലെ നമ്മുടെ ഹിസ്റ്ററിയിൽ പറയും, നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, പല മതങ്ങളിലുമുള്ള ഹിസ്റ്ററി പരിശോധിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിലേക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയാൻ പോകുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാര്യത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഫാദർ ഒരു വിഗ്രഹാരാധകനാണ്. അദ്ദേഹം അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്.
അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അതായത് മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അതിന്റെ യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുന്നതിലെ ഒരു ഭംഗിയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോ ഇബ്രാഹിം നബി താമസിച്ചു വന്നിരുന്നത് തന്റെ ഫാദറായ വിഗ്രഹാരാധകനായ തന്റെ ഫാദറിന്റെ കൂടെയാണ്. പക്ഷേ ഫാദറിന്റെ ഐഡിയോളജി ഒരിക്കലും യോജിക്കാത്ത, വിശ്വാസത്തിന് പൂർണ്ണമായും ഫാദറിനോടൊപ്പം ഇല്ലാത്ത മറ്റൊരു മതസ്ഥനായ ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി എന്നുള്ളതാണ്. അവര് രണ്ടുപേരും ഒരു കുടക്കീഴിലാണ്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെയാണ് താമസിച്ചിരുന്നത് എന്നുള്ളതാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം കിടക്കുന്നുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും റിലീജിയന്റെ പേരിലും അല്ലെങ്കിൽ കാസ്റ്റിന്റെ പേരിലും നമ്മൾ മാറ്റി നിർത്തപ്പെടുന്ന പല സിറ്റുവേഷനുകളിലും നമ്മൾ കാണാറുണ്ട്, പലരും നമ്മുടെ ചുറ്റിലും കാണാറുണ്ട്. പക്ഷെ നമ്മൾ ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ അവര് രണ്ടുപേരും ഒരേ വീട്ടില് വ്യത്യസ്ത ഐഡിയോളജികൾ ഫോളോ ചെയ്തുകൊണ്ട് എന്നാൽ സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ, ആ റിയാലിറ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് പല റിലീജിയസിലുള്ള, പല വ്യത്യസ്തമായ കാസ്റ്റുകളിലുള്ള, വ്യത്യസ്തമായ തരത്തിലുള്ള ആൾക്കാർ, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും നമുക്കിടയിലുണ്ട്, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പൊ അവരെ എല്ലാം മനുഷ്യജാതികളായി കണ്ടുകൊണ്ട് അവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്, അത് അക്സെപ്റ്റൻസിലൂടെയാണ് സാധിക്കുക. അപ്പൊ മറ്റുള്ള മനുഷ്യരെ അവരെങ്ങനെയാണോ ആ രീതിയിൽ അവരെ നമ്മളെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം, എന്തായാലും ഇത് പറഞ്ഞ സ്ഥിതിക്ക്. അപ്പൊ എനിക്ക് ഒരു എത്തിസ്റ്റ് ആയിട്ടുള്ള, അതായത് ഈ ഒരു റിലീജിയനിലും വിശ്വസിക്കാത്ത ഒരു ഫ്രണ്ട്ഷിപ്പ്, എന്റെ ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്താ പറയാ, ഫോർച്ചുനേറ്റ്ലി എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി. എത്തിസ്റ്റ് ആണ്. പക്ഷെ അദ്ദേഹം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വേൾഡിൽ നടക്കുന്ന, അതായത് മാനുഷിക പരിഗണന ഇല്ലാതെ, മനുഷ്യത്വപരമില്ലാതെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ എന്റെ തോട്ടോടു കൂടിയാണ് അദ്ദേഹം ചലിക്കുന്നത്. അപ്പൊ എനിക്ക് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയേ പറ്റൂ. അവിടെ എന്റെ നല്ലൊരു ഫ്രണ്ടാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹം ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഞാനൊരു ദൈവവിശ്വാസിയാണ്. പക്ഷെ നമ്മുടെ ഐഡിയോളജീസ്, നമ്മുടെ ബിലീഫ്സ് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മുടെ ഐഡിയോളജീസ് പലതും റിലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നല്ല ഫ്രണ്ട്സും കൂടിയാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ അവരെ, നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ നമ്മൾ കാണേണ്ടത് എന്നുള്ളതാണ്. അപ്പോ അതേപോലെ തന്നെ മറ്റൊരു ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതില് മറ്റുള്ളവരെ അംഗീകരിക്കുമ്പോൾ നമ്മൾ ചതിക്കപ്പെടാം. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നമ്മൾ ചതിയിൽ കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യർ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല അവര് നമ്മളെ ചതിച്ചു, അല്ലെങ്കിൽ അവര് ഒരു ഭാഗത്ത് നമ്മളോട് ചിരിച്ച് കളിച്ച് നിന്നു പോയിട്ടുണ്ടെങ്കിലും അവര് നമ്മളെ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് നമുക്ക് അവരുടെ കൂടെ നടക്കാൻ പലർക്കും പ്രയാസമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ അക്സെപ്റ്റൻസ് എന്ന് പറയുന്ന, അംഗീകരിക്കുക എന്നുള്ള കാര്യം അതായത് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിനെ കാണേണ്ടത് വേറൊരു പെർസ്പെക്റ്റീവിലൂടെയാണ്. അതായത് നമ്മുടെ മുന്നിൽ നമ്മുടെ കൂടെ നടക്കുന്ന നമ്മുടെ ഒരു കൊളീഗ് എന്ന് വിചാരിച്ച കൊളീഗാണ്. നമ്മൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷെ ഒരു ചാൻസ് കിട്ടിയപ്പോൾ നമ്മളെ മിസ്റ്റേക്ക് ഉണ്ടാവില്ല. പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, അവർക്കെന്തോ ഒരു സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ട് അവര് നമ്മളെ അടിച്ചമർത്തുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ നമ്മൾ റിയലൈസേഷൻ വന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ സ്ഫോടനം നടക്കുക അവരുടെ ഹൃദയത്തിലായിരിക്കും ഫസ്റ്റ്. ദെൻ അവർ കാമായിട്ടാണ് നിൽക്കുക. അക്സെപ്റ്റ് ചെയ്യുന്ന എല്ലാം ചുറ്റിലും നടക്കുന്ന, നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യന്മാരെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യന് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ ഭയങ്കര കാമായിട്ടായിരിക്കും. കാരണം അത് ചെയ്യാൻ കഴിയുന്നത് എന്താ പറയാ, അവരുടെ അടുത്ത് ഏത് മനുഷ്യന്റെ അടുത്തുനിന്നും പ്ലസ് ആൻഡ് മൈനസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവരെ എങ്ങനെയായാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായ മൈൻഡ് സെറ്റ് ആയിട്ട് നമ്മൾ അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഒരു കൊളീഗ് അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് അയാള് അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് അവരെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. നമുക്ക് അവരുടെ കൂടെ ഒന്നിച്ച് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്.
അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവര് നമ്മളോട് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ എന്താണോ നമുക്ക് പഠിക്കാനുള്ള പാഠം, ആ പാഠം പഠിച്ചുകൊണ്ട് അവരുടെ കൂടെ നടക്കുക എന്നുള്ളതാണ് അവിടെ ഓപ്ഷൻ. അപ്പോ ആ രീതിയിലാണ് അതിനെ കാണേണ്ടത്. പക്ഷെ എപ്പോഴും നമ്മൾ അവിടെ വിജിലന്റ് ആയിട്ട് നിൽക്കുന്നുള്ളതാണ്. കാരണം നമുക്ക് ഏത് സമയത്താണ് ഇവരുടെ അടുത്ത്, കാരണം നമ്മളൊരു പാഠം പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് ഏത് കാര്യത്തിലും അയാൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ ലേണിംഗ് ആണ്. ഏത് ലൈഫിൽ വരുന്ന സിറ്റുവേഷനിലും അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഏതൊരു ചലഞ്ചിലും അതിലെന്ത് ലേണിംഗ്സ് ആണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഫേസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുക. അവിടെ നമ്മളെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാനുള്ള ഒരു പവറാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് സെൽഫ് ഗ്രോത്ത് ഉണ്ടാവും, ഇമോഷണൽ മെച്യൂരിറ്റി കൂടും. നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യന്മാരോടും അതേപോലെ ബാക്കിയുള്ളവരോടും ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അവിടെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. ആ മനുഷ്യരോട് നമ്മൾ ഒരിക്കലും റിവെഞ്ചോട് കൂടി പെരുമാറില്ല. അവരുടെ പാട്ടിന് അവരെ വിടും എന്നുള്ളതാണ്. അവരെങ്ങനെയാണോ അങ്ങനെ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്കല്ല, ആ നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾക്ക്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതേപോലെ ബാക്ക് ബൈറ്റിങ് അല്ലെങ്കിൽ ചതിമാനം തുടങ്ങിയ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ്. അതാണ് അവിടെ പ്രൂഫ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. പക്ഷെ നമ്മുടെ ഇതായിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് ബിഹേവിയറൽ ചേഞ്ചസ് കൊണ്ടാണ് നമ്മൾ മറ്റുള്ള മനുഷ്യർക്കിടയിൽ നമ്മൾ മോശപ്പെട്ടവരായിട്ട് നിൽക്കുന്നത്. പക്ഷെ നമ്മളെ പ്രൂവ് ചെയ്യണം അല്ലട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് ആരുടെ മുന്നിലും നമ്മളെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ പിന്നെ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ കുട്ടികളുടെ കാര്യം. അതായത് നമ്മുടെ കുട്ടികൾ ഈ ടീനേജിൽ ഉള്ള കുട്ടികളാണെങ്കിൽ, ടീനേജിലുള്ള കുട്ടികളും പാരന്റ്സും തമ്മിലുള്ളത് അത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ടീനേജിലുള്ള കുട്ടികളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, അവര് ഒരു 18th ഏജ് വരെ 19th ഏജ് വരെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലാണ് അവരുള്ളത്. അപ്പൊ പാരന്റ്സിന് പല രീതിയിലുള്ള ചേഞ്ചസ് ആണ് അവരിൽ നിന്ന് നമ്മൾ കാണാൻ പറ്റുക. അപ്പൊ ഇത് കാണുമ്പോ നമുക്ക് ഒരിക്കലും ചിലപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ നമ്മുടേതായിട്ടുള്ള ഒരു വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്തതുണ്ട്, അതാണ് നമ്മുടെ മക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അവർ തരുന്നത് അതല്ല. അപ്പോ നമ്മൾ അതിനെ അവർ റെസിസ്റ്റ് ചെയ്ത് നിൽക്കരുത്, അതിനെ എതിർത്ത് നിൽക്കണ്ട, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ മക്കളെ ഏറ്റവും അധികം ചേർത്ത് നിർത്തേണ്ട സമയമാണ് കുട്ടികളുടെ ടീനേജ് പ്രായം എന്ന് പറയുന്നത്. സ്നേഹത്തിൽ അവരോട് പറയുക, കാര്യം ഫാക്ട് പറയുക, റിയാലിറ്റി പറഞ്ഞു കൊടുക്കുക, അവർക്ക് നല്ല ഡയറക്ഷൻസ് കാണിച്ചു കൊടുക്കുക, ആ രീതിയിൽ അവരെ നമ്മളോട് ചേർത്ത് നിർത്തുക. അവര് പൊട്ടിത്തെറിക്കുന്നതിനെ നമുക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൺഫ്യൂഷൻ അപ്പോൾ വരും. പൊട്ടിത്തെറിക്കുന്നതിനെ അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അവരുടെ പ്രായമാണ് അവരുടെ ആ ഒരു ബിഹേവിയറിനെ മാറ്റുന്നത് എന്നുള്ളത് അവരോട് പറഞ്ഞു കൊടുക്കുക, വ്യക്തമായി പറഞ്ഞു കൊടുക്കുക. അവരെ അക്സെപ്റ്റ് ചെയ്യുക. അവരെങ്ങനെയാണോ, അവര് കുറച്ച് ട്രെൻഡുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡ്രസ്സ്, പുതിയ മോഡൽ ഡ്രസ്സുകൾ ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വൾഗർ അല്ലെങ്കിൽ അതിന് വിട്ടുകൊടുക്കുക. അവർ ചെയ്തോട്ടെ, അവരുടെ പ്രായത്തിന്റെ ഒരു കാര്യമാണ്. അപ്പൊ കുട്ടികളിൽ ഒരുപാട് സ്നേഹം ഉണ്ടാവും നമ്മളോട്. കുട്ടികളെ ചേർത്ത് നിർത്തുക, കുട്ടികളെ അവരായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, അവർക്കുള്ള കറക്റ്റ് ഡയറക്ഷൻ കാണിക്കുന്ന ഒരു പാരന്റായിട്ട് കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു ഡയറക്ഷൻ കാണിക്കുന്ന എന്താ പറയാ ഒരു ഫെസിലിറ്റേറ്ററിനെ പോലെ പ്രവർത്തിക്കാനുള്ളവരാണ് യഥാർത്ഥത്തിൽ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ. അപ്പോ ആ രീതിയിൽ നിൽക്കുക, ആ രീതിയിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്ക് വരുന്നത് അടുത്ത ഒരു പോർഷൻ, അതായത് ഈ അക്സെപ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ലൈഫിൽ വരുന്ന മറ്റൊരു കാര്യമാണ് നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻസ്. അതായത് ചേഞ്ച് ആയിട്ട് വരുന്ന ഒരുപാട് സിറ്റുവേഷൻസ്, ചലഞ്ചസ്, ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ നേരിടുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതം എന്ന് പറയുന്നത് എന്താ? ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന, നമ്മുടെ മുന്നിലിരിക്കുന്ന ഒരുപാട് മനുഷ്യരിലൂടെ, നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനുകളിലൂടെ, അതിന് നമ്മൾ എങ്ങനെയാണോ ആ ചലഞ്ചസിനെ ഏറ്റെടുക്കുന്നത്, അതിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മുടെ ജീവിതം. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, ചലഞ്ചസ് വരുന്നത് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒരിക്കലും സമാധാനമല്ല
പ്രശ്നങ്ങളില്ലാത്ത അല്ലെങ്കിൽ ചലഞ്ചസ് ഇല്ലാത്ത ഒരു ലൈഫ് ഉണ്ടാവില്ല. എല്ലാവരുടെയും ലൈഫിൽ ചലഞ്ചസ് വരും എന്നുള്ളതാണ്. അവിടെ നമുക്ക് ആ ചലഞ്ചസിനെ അതായിട്ട് ഉൾക്കൊള്ളാൻ കഴിയുക എന്നുള്ളതാണ്. അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻസ് ലൈഫിനെ കുറിച്ച് നമ്മൾ വെക്കരുത്. പക്ഷെ നമ്മുടെ ലൈഫിന് വേണ്ടി അപ്പൊ ഈ സെൽഫ് റിയലൈസേഷൻ വന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവര് ഓരോ ദിവസവും നെക്സ്റ്റ് എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും നമുക്ക്. അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് റിയലൈസേഷൻ വന്ന ആൾക്കാർക്ക്. എന്റെ മുന്നിലിരിക്കുന്ന പലരിലും അത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അവരത് എക്സ്പീരിയൻസ് ചെയ്തോന്നറിയില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്ത വ്യക്തിയാണ്. അപ്പൊ എനിക്കത് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അപ്പൊ നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ഒരു പ്രശ്നം പെട്ടെന്ന് ഒരു പ്രശ്നം വരും. കാരണം നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് ഓരോ ഇൻസിഡൻസ് നടക്കുക. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ഓരോ ചലഞ്ചസിലും നമ്മൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത്, ആ ഡിസിഷൻ അനുസരിച്ചും നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന സൊല്യൂഷൻ അനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്ട്രെസ് കുറച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോ അവിടെ നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു സ്ട്രെസ്സോ ടെൻഷനോ കൂടുതലായിട്ടുള്ള ദുഃഖങ്ങളോ അതിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. പലരും ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പരിതപിച്ചുകൊണ്ടിരിക്കും. എന്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, എന്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്. എന്തിനാണ്? പാസ്റ്റ് ഇസ് പാസ്റ്റ്. പ്രസന്റ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാം. ഇന്ന് നമുക്ക് എങ്ങനെ നന്നാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നാളത്തേതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഇന്ന് ബിൽഡ് ചെയ്യുന്നതാണ് നമ്മുടെ പാസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത് ഇന്നാണ്. ഓരോ ദിവസവും ബിൽഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അപ്പൊ അത് നിങ്ങളെ ഒരു നല്ലൊരു ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതാണ്. അതാണ് അക്സെപ്റ്റൻസിന്റെ ഒരു വലിയൊരു എന്താ പറയാ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതാണ്. നിങ്ങളെ നന്നായിട്ട് നിങ്ങൾ എന്താണോ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കും എന്നുള്ളതാണ്. അക്സെപ്റ്റൻസ് കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി സെൽഫ് റിയലൈസേഷൻ വന്ന വ്യക്തിയായിരിക്കും. ആ വ്യക്തി സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് പോകും. അവിടെ നമുക്ക് നമ്മുടെ ബെസ്റ്റ് സെൽഫിനെ ബെസ്റ്റ് വേർഷനെ കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ അക്സെപ്റ്റൻസിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ ഗോൾ എന്ന് പറയുന്നത്. അതിന്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അതാണ്. പക്ഷെ നമ്മൾ ആരും അതിനെ നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഏറ്റവും വലിയ. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ അംഗീകരിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് സംസാരിക്കും, സെൽഫ് ലവിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ അതിന്റെയൊക്കെ താഴെ കിടക്കുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായി വേണ്ട ആക്സെപ്റ്റൻസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ സെൽഫ് റിയലൈസേഷൻ വ്യക്തമായി മനസ്സിലാക്കാതെ നമുക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലൈസേഷൻ നടന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർക്ക് അതായത് നമ്മള് അക്സെപ്റ്റൻസിനെ കുറിച്ച് എന്താണ്, ഏത് രീതിയിലാണ്, നല്ല രീതിയിൽ ആണോ അല്ലയോ നടന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി കുറവ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. വ്യക്തമായി മനസ്സിലാക്കിയ ആൾക്ക് ശരിയായിട്ട് നമുക്ക് നല്ലൊരു മെസ്സേജ് ഈ ലൈഫിൽ നമുക്ക് കൊടുത്തിട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ യുണീക്നെസ്, നമുക്ക് ഓരോ മനുഷ്യരിലും ദൈവം ക്രിയേറ്റ് ചെയ്ത് വിട്ടിരിക്കുന്ന യുണീക്നെസിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമുക്ക് ബെസ്റ്റ് വേർഷൻ ആയിട്ട് ഈ ലോകത്ത് പ്രവർത്തിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് എന്താണോ നമ്മൾ ഈ ലോകത്തിൽ ഓഡിബിൾ ആണോ? Audible ആണോ? ചെറുതായിട്ട് സ്ട്രിക്റ്റ് ആയിരുന്നു. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മളെന്താണോ കാഴ്ചവെക്കുന്നത് അതാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ആയിത്തീരുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു. അപ്പോ അതാണ് നമ്മൾ ആക്സെപ്റ്റൻസിലൂടെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മള് ലൈഫ് ഈ അക്സെപ്റ്റൻസ് എല്ലാ രീതിയിലും പ്രാക്ടീസ് ചെയ്യുന്ന, അത് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു കാമായിട്ടുള്ള പേഴ്സണായിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒരു മനുഷ്യനായി മാറും. അവിടെ നമ്മുടെ മുന്നിൽ നടക്കുന്ന ഡിസ്ട്രാക്ഷൻസ്, നമ്മുടെ മുന്നിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അതിനെ നമ്മൾ നേരത്തെ കണ്ട പോലെയല്ല നമ്മൾ കാണാ. നമ്മൾ അതിനെ അതിൽ നിന്ന് എനിക്ക് എന്താ പഠിക്കാനുള്ളത്, സ്പോട്ടിൽ നമ്മുടെ മൈൻഡിൽ ചിന്ത വരും.
നമ്മൾ അതിൽ നിന്നും പഠിക്കുന്ന പാഠം അപ്പൊ തന്നെ നമ്മൾ പഠിക്കും. അവിടെ നല്ല ഭയങ്കരമായ സെൽഫ് ഗ്രോത്ത് ആണ് നടക്കുക, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കും, നമ്മൾ ഒരുപാട് ഹാപ്പി ആകും എന്നുള്ളതാണ്. ഹാപ്പി എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ചിരിച്ചു കൊടുക്കുക അങ്ങനെയല്ല. ഹാപ്പിനെസ് മീൻസ് സമാധാനത്തോടെ കൂടുതൽ സ്ട്രെസ് ആകാതെ നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മളിലേക്ക് വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയാ എതിർത്ത് നിൽക്കുക, തർക്കിച്ച് നിൽക്കുക, അതൊന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യരുത്. അതൊക്കെ നമ്മൾ ഒഴിവാക്കണം. സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ശരിക്കും പറഞ്ഞാൽ VIP പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയും. അതായത് VIP എന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂസ്. നമ്മൾ ഓരോ മനുഷ്യർക്കും നമ്മുടേതായിട്ടുള്ള വ്യൂസ് ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുമായ കാര്യങ്ങളിൽ നമ്മുടെ വ്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എഴുതി വെക്കുക. നമ്മളൊരു നോട്ട്ബുക്കിൽ നമുക്ക് എന്തൊക്കെ കാഴ്ചപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്, നമ്മൾ എന്ത് ബാക്കി വെച്ചിട്ടാണ് ഇവിടുന്ന് തിരിച്ചു പോകുന്നത്, നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും, എന്ത് ബാക്കി വെച്ചിട്ടാണ് തിരിച്ചു പോകുന്നത്, അതിനെക്കുറിച്ച് ചിന്തിക്കുക, അത് എഴുതി വെക്കുക, വ്യൂസ് എഴുതി വെക്കുക. നമ്മുടെ സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ അതേപോലെ തന്നെ വരുന്നതാണ്, അതായത് വ്യൂസ് ആണ് ഞാനിപ്പോ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പിരേഷൻ, അതായത് നമ്മൾക്ക് എന്തൊക്കെയാണോ ഇൻസ്പിരേഷൻ നൽകുന്നത് അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാം. സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാനും ലൈഫിൽ ഫോളോ ചെയ്ത് നമ്മുടെ വേ ഓഫ് ലൈഫ് ആക്കാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യന് തീർച്ചയായിട്ടും, ഒന്നുകൂടെ പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്, അതായത് നമ്മള് VIP എന്ന് പറയും. VIP വെരി ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. VIP V ഫോർ വ്യൂ. അതായത് നമ്മളൊരു മനുഷ്യനായിരിക്കെ നമ്മുടെ വ്യൂസ് ഓഫ് പോയിന്റ്സ്, നമ്മുടെ ലൈഫ് വ്യൂസ്, നമ്മുടെ എന്താ പറയാ, നമ്മുടെ ഐഡന്റിറ്റീന്റെ വ്യൂസ്, നമ്മുടെ ലോകത്തിന് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്ന വ്യൂസ് എന്തൊക്കെയാണോ അതൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. നമ്മുടെ വ്യൂസിനെ കുറിച്ച് നമുക്ക് ചിലപ്പോ അങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങിയുള്ള ഒരു പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുതിയ വ്യൂസ് നമുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതൊരു ഭയങ്കര ഗ്രോത്തിന് ഒരു മാജിക്കൽ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പൊ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഇൻസ്പിരേഷൻ ആണ്. അതായത് നമ്മളെ ലൈഫിൽ ഇൻസ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ, ചിലപ്പോ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നതാവാം, മ്യൂസിക് കേൾക്കുന്നതാവാം, ചിലപ്പോൾ വായിക്കുന്നതാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എന്താണോ ഇൻസ്പിരേഷൻ കിട്ടുന്നത് അത് നമ്മൾ ഫോളോ ചെയ്യാം. നമ്മുടെ പാഷൻ ഫോളോ പാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഇഷ്ടത്തോടെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും, അതെല്ലാം നമുക്ക് കൂടുതൽ ഇൻസ്പയർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, അത് കേൾക്കുക, നമ്മൾ അതിനു വേണ്ടി ടൈം കണ്ടെത്തുക. ഒരു ദിവസത്തിൽ ഒരു 5 minutes എങ്കിലും സെൽഫ് അക്സെപ്റ്റൻസിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക എന്നുള്ളതാണ്. നമുക്കറിയണം, നമ്മളെക്കുറിച്ച് നമ്മൾ അറിയണം, നമ്മൾ പഠിക്കണം. അവിടെയാണ് നിങ്ങളുടെ ബർത്ത് റൈറ്റ് ആയ നിങ്ങളുടെ ക്വാളിറ്റിയും നിങ്ങളുടെ പേർപ്പസും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ പേർപ്പസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നത്. സോ നമ്മൾ ഈ ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമതായിട്ട് വരുന്ന കാര്യമാണ് പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് ഹാബിറ്റ്സ്. അതായത് നമ്മുടെ ലൈഫിൽ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ഡു ഫോർ ദാറ്റ്, വർക്ക് ഫോർ ദാറ്റ്. പോസിറ്റീവായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണോ, നെഗറ്റീവ്സ് ഒന്നും കേൾക്കാൻ നിൽക്കരുത്. ആരെ കുറിച്ചും എനിക്ക് കേൾക്കണ്ടെന്ന് പറയണം, ഒഴിഞ്ഞു മാറണം. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ, ഞാൻ ഈ നമ്മുടെ സറൗണ്ടിങ്സിൽ നമുക്കറിയാലോ കുറ്റം പറയുന്ന കുറച്ച് പേരുണ്ടാവും. അതായത് നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലും എങ്ങനത്തെ ടൈപ്പ് ആൾക്കാരെന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ഈ സെൽഫ് റിയലൈസേഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോ അപ്പൊ നമുക്ക് മനസ്സിലാവും ആരൊക്കെയാണ് കുറ്റം പറയുന്നത്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്. എല്ലാവരും അവരവരുടെ നന്മകളുടെയും തിന്മകളുടെയും ഇടയിൽ അവർ നല്ല മനുഷ്യന്മാരെ തന്നെയാണ്. അപ്പോ അത് ഒഴിവാക്കാം. കുറ്റം കേൾക്കുന്നത് നമ്മൾ ഒഴിവാക്കുക. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. വാട്സപ്പിലൊക്കെ ചില സമയത്ത് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ്, കാരണം ഞാൻ ലക്ഷദ്വീപിലാണ്, നമ്മുടെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, ഞാൻ എന്തായാലും ഷെയർ ചെയ്യുന്ന കൂട്ടത്തിൽ അതും പറയാം. നമ്മുടെ ഇവിടെ നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളെ ലക്ഷദ്വീപ്
പിന്നെയും ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു പി എന്ന്. എന്തായിരുന്നു അതാ മറ്റേ പോസിറ്റീവ് ഹാബിറ്റ്സ് ആൻഡ് പോസിറ്റീവ് ആണോ? ആ VIP ആണോ കിട്ടാത്തത്? ആ പി എന്ന് തന്നെ അവർ പറഞ്ഞു. ഓക്കെ, പി എന്ന് പറയുമ്പോൾ പോസിറ്റീവ് തോട്ട്സ്, പോസിറ്റീവ് ഹാബിറ്റ്സ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ചെയ്യേണ്ടത് അതാണ്. പോസിറ്റീവ് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ഭയങ്കരമായ ചേഞ്ച് വരും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അതായത് നമ്മളെല്ലാവരും ഈ നെഗറ്റീവ് പറയുന്നത്, മറ്റുള്ളവരെ കുറ്റം പറയുന്നത്, അത് അല്ലെങ്കിൽ അത് കേൾക്കുന്നത്, ഇത് നമ്മൾ എല്ലാവരും ചെയ്യുന്ന, ഞാനടക്കം എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് മാറ്റിയ ഒരു കാര്യമാണത്. അതുകൊണ്ടാണ് ഞാനത് അത്ര ഒരു കോൺഫിഡൻസിൽ പറയാൻ കാര്യം ഒന്നാമത് എനിക്ക് ഈ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അത് എനിക്ക് ഇഷ്ടമല്ല. കാരണം ഓരോ മനുഷ്യരും അവരവരാൽ ഒരുപാട് ഗുണങ്ങൾ അവർക്കുണ്ട്. അവരുടെ മിസ്റ്റേക്സ് ആണ്, അത് പ്രശ്നമില്ല, അത് അവരങ്ങനെയാണ്, അത് ഞാൻ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ആർ വാട്ട് ദേ ആർ എന്നുള്ളതാണ്. അപ്പൊ അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലരുണ്ട് നമ്മുടെ സറൗണ്ടിങ്സിൽ, ഇവര് നെഗറ്റീവ്സ് ആയിരിക്കും പറഞ്ഞുകൊണ്ട് വരാം. അത് നമ്മുടെ ഫാമിലി സറൗണ്ടിങ്സിൽ ഉണ്ടാവും, ഫ്രണ്ട്ഷിപ്പിൽ ഉണ്ടാവും, കൊളീഗ്സിൽ ഉണ്ടാവും. അപ്പൊ അവര് തൊട്ട് വേറൊരു മനുഷ്യനെ കുറിച്ചായിരിക്കും അവർ കൂടുതൽ പറഞ്ഞു വരിക. അവർ ഓരോ ചെറിയ കാര്യം നോട്ടീസ് ചെയ്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറ്റവും കുറവും അതും ഇതും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരും. അപ്പൊ അതിനെ നമ്മൾ മാക്സിമം ഒഴിവാക്കാം. അത് തന്നെ ഒരു വലിയ പോസിറ്റീവ് ഗ്രോത്ത് കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം അത് പറയാൻ കാരണം ഞാനത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. നെഗറ്റീവായിട്ട് പറഞ്ഞു വരുന്ന ആൾക്കാരെ മാക്സിമം അത് ആരെങ്കിലും കുറ്റം പറയുകയാണോ, ഇല്ല എനിക്കത് അത് കേൾക്കണ്ടെന്ന് പറഞ്ഞ് നോ പറയുക. നമ്മളത് പഠിക്കുക. കാരണം നോ പറയുന്നിടത്താണ് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ, ഫാമിലിയിൽ ആണെങ്കിലും നമ്മൾ ആ നോ പറയേണ്ടതുണ്ട്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് കുറ്റം പറഞ്ഞു വരുന്നവരോട് നോ പറയാനും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറയാനും നമ്മൾക്ക് അതിനുള്ള ഒരു കറേജ് ഉണ്ടാവണം. നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് നമുക്ക് നമ്മളായിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ കറേജ് എന്തായാലും വേണം. കാരണം അത് നമ്മളെ മറ്റുള്ളവരുടെ മുഖത്തടിച്ച് വർത്താനം പറയുന്നതല്ല. ചിലപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അത് പ്രശ്നം വരും. അതായത് ഇപ്പൊ ഒരു എന്നെ പോലെ ജോലി ചെയ്യുന്ന ഒരു ലേഡി ആണെങ്കിൽ, ഞാൻ വർക്കിംഗ് വുമൺ ആണ്. അപ്പൊ ഞാൻ ഫേസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നെ പോലെയുള്ള ഒരുപാട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് മെയിൽ ഡൊമിനേറ്റഡ് സൊസൈറ്റിയാണ്. അപ്പൊ ലേഡീസ് ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് ചിലപ്പോൾ ആ വീട്ടില് ബാക്കി എല്ലാവരും ഉണ്ടാവും, ലേഡീസ് വേറെ പലരും ഉണ്ടാവും. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആ വീട്ടില് അതുവരെ അവള് ഓഫീസിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഭയങ്കര ടയേർഡ് ആയിട്ടായിരിക്കും വരാം. ഇവർക്ക് സ്വന്തം മക്കളെ നോക്കാനുള്ള ഒരു ടൈം പോലും ഉണ്ടാവില്ല. വന്ന പാട് അവര് ചെയ്യാൻ പറയോ, ഒന്ന് ഫ്രഷ് ആയിട്ട്, അധികം പേരും ചെയ്യുന്ന കാര്യമാണ് മറ്റേ അടുക്കള തിരിഞ്ഞു നോക്കാത്ത, അതായത് ജോലി മാത്രം ശ്രദ്ധിക്കുന്നവരെ കുറിച്ചല്ല ഞാൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് ഇവര് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവര് അടുക്കളയിലേക്ക് കയറി അവരാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോഴും കൂടെ വീട്ടിൽ താമസിക്കുന്ന മറ്റു പലരും ആ ലേഡിയെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടാവും ഒരു ഭാഗത്ത് നിന്ന്. അപ്പൊ അവള് ഇതെല്ലാം കഴിച്ച് അവളുടെ ബോഡിയിലെ ക്ഷീണവും സ്വന്തം മക്കളെ നോക്കേണ്ട ടൈം അത് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ടാവുക. അപ്പോ അവിടെ നമുക്ക് അങ്ങനെയുള്ള സ്ത്രീകളാണെങ്കിൽ അങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയണം. അവര് ചിലപ്പോൾ പറയും, നീ ഒന്നും ജോലി എടുക്കുന്നില്ലല്ലോ, നീ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. അപ്പൊ പറയട്ടെ, എനിക്ക് എന്റേതായിട്ടുള്ള ലിമിറ്റേഷൻ ഉണ്ട് എന്ന് തുറന്ന് പറയാൻ നമുക്ക് കഴിയണം. അവിടെ നമ്മൾ ഒരിക്കലും അവരെ എതിർത്ത് പറയുന്നതല്ല കേട്ടോ, ഫാക്റ്റ് ആണത്, അത് യാഥാർത്ഥ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്ടേഷൻ വെച്ചുകൊണ്ട് അവർ നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതിൽ ഇത് നിർത്തുന്ന രീതിയിൽ കാര്യങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ വേണ്ടത്. അവിടെ ആ രീതിയിലാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ജോലി ചെയ്ത് വരുന്ന ഒരു പുരുഷന്. ഒരു ലേഡിയാണ് നമ്മളെ വീട്ടിലേക്ക്, നമ്മുടെ ഭാര്യയാണെങ്കിൽ ഹസ്ബൻഡ് വരുമ്പോ ചില വീടുകളിൽ ഭർത്താവ് വന്ന് കയറുന്നതിന് മുമ്പ് അവരോട് കുറ്റവും കുറവും അങ്ങനെയൊക്കെ ഉള്ളത് പറയുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവരാറുണ്ട്. അത് മാറ്റി അവര് ടയേർഡായിട്ട് വരുന്നതാണ്, അവരെ മനസ്സിലാക്കുക. ഈ അക്സെപ്റ്റൻസിലൂടെ നമ്മൾ ചെയ്യുന്നത് അതാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ എങ്ങനെയാണോ ആ മനുഷ്യനെ അവരായി കണ്ടുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൂടെ നിന്നുകൊണ്ട് അവരോട്
അവരെ സമാധാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അവിടെ കോൺഫ്ലിക്റ്റുകൾ വരില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ വീടുകളിൽ ചില വയസ്സായ ഉമ്മമാരുണ്ട്. അതായത് നമുക്ക് അറിയാം, വയസ്സായ പാപ്പന്മാരാണെങ്കിലും വല്യപ്പന്മാരാണെങ്കിലും ഉമ്മാമ്മമാരാണെങ്കിലും അവർക്കൊക്കെ അവരുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ് അവര്. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അവരുടെ മൈൻഡ് എല്ലാം എന്താ പറയാ ലോസ്റ്റ് ആയിട്ട് പോകുന്ന ജീവിതത്തിന്റെ എല്ലാ കളർഫുൾ ആയിട്ടുള്ള ലൈഫും നിന്നും വിരമിച്ചു പോകുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് അവർ നമ്മുടെ കൂടെയുള്ള. അപ്പൊ അവര് ചിലപ്പോ നമ്മളെ ഇങ്ങനെ പറയുന്നുണ്ടാവും, നീ എന്താണ്, നീ അതാണ്, ഇതാണ്, ഇതാണ് ഇങ്ങനെ പറയുന്നുണ്ടാവും. അത് നമ്മളെ നല്ലോണം ഫ്രസ്ട്രേറ്റഡ് ആക്കും. പക്ഷേ നമ്മള് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ അത് എന്തോ പറഞ്ഞോട്ടെ, അവരുടെ പ്രായം കൊണ്ട് പറയുന്നതാണെന്നും അവര് പറയുന്നത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞാൽ നിർത്തുന്നു, നമ്മൾ സൈലന്റ് ആയിട്ട് നിന്ന് കേൾക്കലാണ് നമുക്കുള്ള ഒരു ജോലി എന്നും മനസ്സിലാക്കുക. അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇതിലൂടെ കേട്ട് ഇതിലൂടെ വിടുക. നമ്മൾ പറയാൻ നിൽക്കുമ്പോൾ നമ്മുടെ കൂടെ വളർന്നു വരുന്ന ചെറിയ കുട്ടികളും അത് തന്നെ കണ്ടുപഠിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണോ അത് നമ്മുടെ കൂടെ വരുന്നവര് ഫോളോ ചെയ്യും എന്നുള്ളതാണ്. അപ്പോ അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കിടക്കുന്ന വയസ്സായി സംസാരിക്കാനൊന്നും കഴിയാതെ കിടക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും വയസ്സായ ആൾക്കാർ, അവരെ കൺസിഡർ ചെയ്യാ. അവരെങ്ങനെയാണ്, അവരങ്ങനെ ആയിക്കൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാ. അവരാണ് ആ വീടിന്റെ ബർക്കത്ത് എന്ന് കാണാം. അവരാണ് എന്താ പറയാ ആ വീടിനുള്ള ഒരു ഹൈറ് എന്ന് കാണാം. അപ്പൊ നമുക്ക് ഒരുപാട് അവർക്ക് ദീർഘായുസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. നമ്മുടെ ചുറ്റിലുള്ള മനുഷ്യന്മാരെ നമ്മൾ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അൺകണ്ടീഷണൽ ലവ് ഇതിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട്, അക്സെപ്റ്റൻസിന്റെ കൂടെ. അവിടെ നമുക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അൺകണ്ടീഷണൽ ആയിട്ട് നമ്മൾ അവരെ സ്നേഹിക്കാം നമ്മുടെ ചുറ്റിലുള്ള. കാരണം നമുക്ക് ഒരു നിമിഷം നെക്സ്റ്റ് മിനിറ്റിൽ നമ്മൾ മരിച്ചു വീഴുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് അവർക്ക് ഒരുപാട് നല്ല ആളായിരുന്നു എന്ന് പറയാൻ പറ്റണം. അത് പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. അതാണ് അവിടെ ഏറ്റവും വേണ്ടത്. അവിടെ നമ്മൾ കോൺഫ്ലിക്റ്റിൽ പോവില്ല. നിങ്ങൾ വേറൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് അവിടെ കാണും. വീട്ടില് വഴക്കുണ്ടാക്കുന്ന വീട്ടിൽ വഴക്കൊന്നും നടക്കില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കുട്ടികളുമായിട്ട് ഭയങ്കര ടേംസിലായിരിക്കും. കുട്ടികളുടെ ഫ്രണ്ട്സ് എങ്ങനെയോ ആയിക്കോട്ടെ, അവര് ദുഷിച്ച പ്രവർത്തികൾ ഉള്ളിൽ ഉൾപ്പെടാത്ത കൂട്ടുകാരാണെന്ന് ഉറപ്പിക്കൽ മാത്രമാണ് നമ്മൾ നടത്തേണ്ടത് പാരന്റ്സ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഒരു വീട് നമ്മള് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു വലിയ വീട് കണ്ടു, നമ്മൾ പറയുന്നു ആ അടിപൊളി വീടാണ്, എനിക്ക് ആ വീട് കിട്ടിയിരുന്നെങ്കിലെന്ന് നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വീട്ടില് പെയിന്റ് പോയി, നമ്മുടെ വീട്ടിന്റെ വാളിലുള്ള പെയിന്റ് പോയി എന്നുണ്ടെങ്കിൽ ആ വാളിനെ നമ്മൾ പെയിന്റ് അടിച്ച് മെയിൻ്റനൻസ് ചെയ്യാനാണോ, അല്ലെങ്കിൽ ആ വീടിന് വേണ്ടാന്ന് വെച്ച് പുതിയ വീട് വാങ്ങാനാണോ, എന്താണ് നമ്മൾ ചെയ്യുക? തീർച്ചയായും നമ്മൾ മെയിൻ്റനൻസ് വർക്കിലേക്കാണ് നമ്മൾ പോവുക. നമ്മൾ കാണുന്ന ആ വലിയ ഒരു വീട് എന്ന് പറയുന്നത് ചിലപ്പോ അതിൻ്റെ അകത്ത് മൊത്തം പൊട്ടലുകളായിരിക്കും, ടേപ്പുകളായിരിക്കും, മൊത്തം ഡാമേജ് മാറ്റാനായിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലുള്ള ഡാമേജിനെ ക്ലിയർ ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. അത് അക്സെപ്റ്റൻസിലൂടെ മാത്രമേ പറ്റൂ. നമ്മുടെ ഡാമേജ് എന്ന് പറയുന്നത് നമ്മളെ നമ്മളായി അംഗീകരിക്കാതിരിക്കുന്നിടത്താണ്. അപ്പോ അത് മനസ്സിലാക്കുക. നല്ല ബെറ്റർ പേഴ്സൺ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാം. അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടി ഓപ്റ്റ് ചെയ്യാം. സെൽഫ് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5:1 റേഷ്യോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 5:1 റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ പലരും നെഗറ്റീവ് തോട്ട്സ് കൂടുതൽ വരും. അതായത് നമുക്കില്ലാത്തതിനെ കുറിച്ച് ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യാത്ത, അത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ വന്നോണ്ടിരിക്കും പലർക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പോസിറ്റീവ് കാര്യം, 5 പോസിറ്റീവ് കാര്യം. ഒരു നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ 5 പോസിറ്റീവ് കാര്യം നമ്മളെ കുറിച്ചുള്ള നമ്മുടെ ക്വാളിറ്റീസ്, നമ്മുടെ വാല്യൂസ്, നമ്മുടെ പോസിറ്റീവ് സ്ട്രെങ്ത്, അതിനെക്കുറിച്ച് 5 കാര്യം നിങ്ങൾ ഓർക്കുക. സെക്കൻഡിൽ തന്നെ അത് പ്രാക്ടീസ് ചെയ്യാം. 5-4-1 എന്ന് പറയും. അതായത് 5 പോസിറ്റീവ് തോട്ട്സ് ഫോർ 1 നെഗറ്റീവ് തോട്ട്. അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് നെഗറ്റീവ് തോട്ട് വരില്ല എന്നുള്ളതാണ്. അപ്പോ 5:1 റേഷ്യോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. VIP ഇതേപോലെ പ്രാക്ടീസ് ചെയ്യുക. VIP
നിങ്ങളുടെ ക്വാളിറ്റീസ് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള ക്വാളിറ്റീസ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇനി പോകുന്നത് പർപ്പസിലേക്കാണ്. കാരണം നമ്മൾ സെൽഫ് അക്സെപ്റ്റൻസ് മനസ്സിലാക്കിയ ഒരാള് നമ്മൾ എന്താണ് ഈ ലോകത്തിലേക്ക് ചെയ്യാൻ പറ്റിയത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. ഈ ലോകത്തിന് എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചോദ്യം വരും. എന്റെ പർപ്പസ് എന്താണ്? എല്ലാവർക്കും പർപ്പസ് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും പർപ്പസ് ഉണ്ട്. പക്ഷെ അത് കണ്ടെത്തുന്നതിലാണ് കുറച്ച് ടൈം ഉള്ളത്. അത് കണ്ടെത്തും, എന്തായാലും നിങ്ങൾ കണ്ടെത്തും. അതിന്റെ പുറകെ നമ്മൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നമ്മളിലേക്കും വരുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് എന്തായാലും അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ മനുഷ്യനെയും ആ പർപ്പസ്ഫുള്ളിയാണ് ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ നമുക്ക് എന്തൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും, ഈ ലോകത്തിന് നമ്മൾക്ക് എന്തൊക്കെ കാഴ്ചവെക്കാൻ പറ്റും, അതാണ് നമ്മളായി തീർന്നിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ട് പോകുന്നത്. അതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന പർപ്പസ് എന്ന് പറയുന്നത്. ജീവിതത്തിലൂടെ മാത്രമേ അത് നമുക്ക് സാധിക്കൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓരോ മനുഷ്യരും ക്യാൻഡിലാണ്. ആ നമ്മുടെ ക്യാൻഡിലായി നിൽക്കുമ്പോൾ നമ്മുടെ ആ ഒരു വെളിച്ചം മറ്റുള്ള മനുഷ്യരിലേക്ക് പകർന്നിട്ട് വേണം നമ്മൾ തിരിച്ചു പോവാൻ. അവർക്ക് പറയാൻ പറ്റും ആ ക്യാൻഡിൽ ഇതൊക്കെയാണ് ചെയ്തു വെച്ചിട്ട് പോയത് എന്ന്. ഇത് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിനെ എങ്ങനെയുള്ള യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. ലൈഫിന്റെ പച്ചയായ യാഥാർത്ഥ്യം, അതിനെ അംഗീകരിക്കുക. എനിക്കില്ല, ഇല്ല, ഞാൻ നേടിയെടുക്കുക, എടുക്കും. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോ 9:30 മണി കഴിഞ്ഞു. അപ്പൊ ഞാൻ ഒരുവിധമുള്ള ഈ അക്സെപ്റ്റൻസിനെ കുറിച്ച് ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിൽ ചെയ്യേണ്ട ഏത് രീതിയിൽ ഏതൊക്കെ മേഖലകളിൽ ആ മനുഷ്യൻ തന്റെ ലൈഫിനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഒന്നുകൂടി ഞാൻ അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കാം. ആദ്യം നമുക്ക് വേണ്ടത് നമ്മളായി തന്നെ നമ്മളെ അംഗീകരിക്കുക. നമ്മുടെ പച്ചയായ യാഥാർത്ഥ്യം, നമ്മൾ എന്താണോ, നമ്മുടെ പോസിറ്റീവ്സ്, നമ്മുടെ നെഗറ്റീവ്സ്, നമ്മൾ എന്താണെന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ അവെയർ ആവുക. നമ്മളെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയുക. നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ വാല്യൂസ്, അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. നമ്മുടെ പോരായ്മകൾ എന്താ, ആ പോരായ്മകളെ നമ്മൾ അങ്ങനെ തന്നെ അംഗീകരിക്കുക. ഒക്കെ എനിക്കുള്ളതാണ്, മാറ്റാൻ പറ്റുന്നത് ഞാൻ തീർച്ചയായിട്ടും മാറ്റും, ഇല്ലാത്തത് അത് എന്റെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല, അങ്ങനെ വിടും. അതേപോലെ നമ്മുടെ മുന്നിലുള്ള മനുഷ്യന്മാരോട് അവരെ അതേ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന സിറ്റുവേഷനെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇത് അക്സെപ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മറ്റൊരു കാര്യം സെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ലൈഫ് ചലഞ്ചസ് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മൾ എപ്പോഴും പറയുകയാണെങ്കിൽ തന്നെയാണ്, ഇനി ഞാനും പറയുന്ന അങ്ങനെയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലൈഫിലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ സെറ്റ് ബാക്ക് ചെയ്യാൻ പറ്റും. പിന്നെയും നമ്മൾ ബൗൺസ് ബാക്ക് ചെയ്ത് അതേപോലെ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് കഴിയും എന്നുള്ളതാണ്. പക്ഷെ ചില റിലേഷൻഷിപ്പിലൊക്കെ ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിനിടയിൽ അതേപോലെ തന്നെയാണ് ഫാമിലി ലൈഫിൽ നമ്മൾ കാണുന്നത്. സോഷ്യൽ മീഡിയയിലൂടെ റിലേഷൻഷിപ്പ് പല രീതിയിലും ആവും. അതിൽ നിന്നും നമ്മുടെ ലൈഫിലേക്ക് ചിലപ്പോൾ ഒരുപാട് നമുക്ക് പാഠങ്ങൾ നമ്മൾ പഠിക്കും. പലരുടെയും ഒരുപാട് ജീവിതങ്ങൾ അതേപോലെ ഈ സോഷ്യൽ മീഡിയയിലൂടെ തകർന്നു പോകുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാതിരിക്കുന്നതിന്റെ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോ ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണോ ഫേസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും പാഠങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ്. വർഷങ്ങൾ എടുക്കുന്നുണ്ട് ചിലര് റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അതൊന്ന് പുറത്തേക്ക് വരാൻ. ശരിക്ക് അത് ആ സിറ്റുവേഷനെ നമ്മളെ റിയലൈസ് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോ നമ്മൾ കരയുമായിരിക്കും, നമ്മൾ കുറച്ച് ദിവസം ഒന്നും ചെയ്യാൻ കഴിയാതെ സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമായിരിക്കും. പക്ഷെ അത് തുടർന്നു കൊണ്ടുപോകാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ്. അത് നമ്മൾ തന്നെ ചേഞ്ച് വരുത്താൻ നമ്മൾ ചിന്തിക്കണം. അവിടെ നമ്മൾ ആ സിറ്റുവേഷനെ നമ്മളെ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നതിലൂടെ മാത്രമാണ് സാധ്യമാവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോ ഡിവോഴ്സ് കേസസ് കൂടുന്നുണ്ട്. അപ്പൊ ഡിവോഴ്സ് കേസസ് കൂടുമ്പോൾ വരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്കൂൾസിൽ, അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല, ഇവിടെ ഞാൻ കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ, അതായത് കുട്ടികളെ അവരായിട്ട് അവർ ചേർത്ത് നിർത്തുന്നില്ല. അപ്പൊ അവിടെ കുട്ടികളെ ഇത് ഫേസ് ചെയ്യുന്നുണ്ടല്ലോ, അവരുടെ സിറ്റുവേഷനെ അംഗീകരിച്ച് കൂടെ ആ പാരന്റ് നിൽക്കുന്നില്ല.
ഫാമിലീസ് നിൽക്കുന്നില്ല. അവിടെ ആ കുട്ടി ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഡയറക്ഷൻ തെറ്റിപ്പോകുന്ന ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മക്കളെ, അത് നമ്മുടെ കുടുംബത്തിലുള്ളവരെ ആണെങ്കിലും, അവരുടെ ലൈഫിലുണ്ടായ കാര്യത്തെ പറഞ്ഞ് അവരെ ബ്ലെയിം ചെയ്യാതെ അവരെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ടത്. അത് അവരുടെ സിറ്റുവേഷനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പുറപ്പെട്ടു പോകുന്ന, അതായത് പല റിലേഷൻഷിപ്പിലും കുടുങ്ങി ഈ എക്സ്ട്രാ മെറിറ്റൽ അഫയേഴ്സ്, അതേപോലെ തന്നെ അല്ലാണ്ട് തന്നെ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവര്, അങ്ങനെയൊക്കെ. അപ്പൊ ഇവരൊക്കെ ഇവരുടെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുറ്റിലുള്ള മനുഷ്യന്മാര് ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ടും അവരെ അംഗീകരിക്കാൻ കാണിക്കുന്ന ഒരു വൈമനസ്യാണ് പലപ്പോഴും ഒരുപാട് കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ഡൗണിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് ഇതിലൂടെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സമയം 9:30 കഴിഞ്ഞു. 1 മണിക്കൂർ മേലെയായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചോദിക്കാം. എനിക്കറിയുന്ന ഇത് വെച്ചിട്ട് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം തരുന്നതാണ്. ഓക്കെ, എല്ലാവരോടും നന്ദിയുണ്ട്. എൻ്റെ ഈ ഒരു സ്പീച്ച് അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഈ ചർച്ച എന്ന് തന്നെ ഞാൻ പറയാം. ഇത് നിങ്ങൾ കേട്ടിരുന്നതിൽ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കേട്ടിരുന്നതിന്. ഇവിടെ വെതർ ഭയങ്കര പ്രശ്നമാണ്. അതിനിടയിലും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. അൽഹംദുലില്ലാഹ്. എന്തായാലും ചോദ്യങ്ങൾ ചോദിക്കാം. താങ്ക് യു ഫാത്തിമ മാം, താങ്ക് യു. നല്ലൊരു ഫ്ലോയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞത്. ചില കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് ഇടയ്ക്കൂടെ ഫോൺ വെച്ചിട്ടിരുന്ന് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി. ആ VIP-ന്റെ കാര്യങ്ങൾ, പിന്നെ ആ 5 to 1 ടെക്നിക്കും ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നതാണ് കേട്ടോ. എന്തായാലും അപ്ലൈ കൊടുക്കണം. കാരണം കുറേ ആൾക്കാർ നമുക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്തൊക്കെ പറയുന്ന വലിയൊരു ഇഷ്യൂ ആണത്. നെഗറ്റീവ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാ മാറ്റേണ്ടതെന്ന് അറിയില്ല. അപ്പൊ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അത് കൂടെ ഒരു പുതിയൊരു കാര്യം കിട്ടിയ എന്തായാലും സന്തോഷം. അടിപൊളി. നെക്സ്റ്റ് നമുക്കൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയറിംഗ്സ് ആണുള്ളത്. ആരായിരുന്നു ഫസ്റ്റ് വരുന്നത്? നിങ്ങൾക്ക് കിട്ടാണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എന്താണ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തെങ്കിലും സജഷൻ ആയിട്ടോ ഫീഡ്ബാക്ക് ആയിട്ടോ ക്വസ്റ്റ്യൻ ആയിട്ടോ വരാം. ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. ആരായിരുന്നു ആദ്യം വരുന്നത്? സത്യൻ സർ, ഫിദ മാം, നിസാർ സർ, ഷഹീർ സർ. എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ളതുണ്ടോ? എന്തെങ്കിലും പറയാനോ ഫീഡ്ബാക്ക് ആയിട്ടോ സെഷൻ ആയിട്ടോ എന്തെങ്കിലും? ഷഹീർ സർ. ഹലോ. ഹലോ. ഹലോ, പറഞ്ഞോളൂ. നല്ലൊരു ക്ലാസ് ഓഡിബിൾ അല്ല, ആയിരുന്നു. കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം, ചോദിച്ചോളൂ. ഓക്കെ ഓക്കെ. മാഡത്തിന് നല്ലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ഒരുപാട് പോയിന്റ്സുകളൊക്കെ കിട്ടി. കുറച്ചൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതിന്റെ വീഡിയോസ് കിട്ടുമ്പോൾ ബാക്കിയുടെ മനസ്സിലാക്കണം. നമ്മള് മാഡം പറഞ്ഞതുപോലെ ശരിക്കും നമ്മളൊക്കെ ഒരു യാത്രയിലാണ്. നമ്മുടെ ജന്മം കിട്ടി അതിനുശേഷം നമ്മുടെ മരണം വരെയുള്ള ഒരു യാത്രയിൽ വ്യത്യസ്തകരമായ സാഹചര്യത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നമ്മളങ്ങനെ ജീവിച്ചു തീർക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഇടക്ക് നമ്മളെ മനസ്സിലാക്കി, നമ്മൾക്കുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ ജീവനുണ്ട്, പിന്നെ നമുക്ക് ആരോഗ്യമുള്ള ശരീരങ്ങളുണ്ട്, കാഴ്ചശക്തി, കേൾവിശക്തി, സംസാരശേഷി, ഇതൊക്കെ ലോകത്ത് പല ആൾക്കാർക്കും ഇല്ലാത്ത, പല ആൾക്കും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ തോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ പറഞ്ഞ നെഗറ്റീവ് തോട്ട്സിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ, ഇത് ശരിക്കും ഒരു അഡിക്ഷൻ ആണ്. നമ്മളിപ്പം ആൽക്കഹോൾ പോലെ, MDMA പോലെ, അതുപോലൊക്കെ പെട്ടൊരു സംഭവം തന്നെയാണ് ഈ തോട്ട്സിനെ അഡിക്റ്റ് ആവുക എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെയുള്ള ഒരുപാട് ഈ നെഗറ്റീവ് തോട്ട്സ്, അതുപോലെ പാസ്റ്റ് എക്സ്പീരിയൻസ്, ഫ്യൂച്ചർ ആങ്സൈറ്റി, ഈ കാര്യങ്ങളൊക്കെയാണ്. നമുക്കൊക്കെ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൂടുതൽ നല്ല നല്ല കാര്യങ്ങൾ, നല്ല റീഡിങ്, നല്ല ഇതുപോലത്തെ നല്ല ക്ലാസ്സുകൾ കേൾക്കുക, അങ്ങനത്തെ ഒരുപാട് പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക, മെഡിറ്റേഷന്, ഗ്രാറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മൾ പോസിറ്റീവിലേക്ക് കയറ്റുക. ബ്രെയിനിന് ഈ പറഞ്ഞതിലോട്ട് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഈ നെഗറ്റീവ് തോട്ട്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന്റെ
വൈബ്രേഷൻ മാറും. ഓക്കെ, നല്ല ഒരുപാട് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്, ഇപ്പം പറയുന്നില്ല. ഇപ്പൊ നല്ല ക്ലാസ് ആയിരുന്നു, നല്ല കിട്ടി, നല്ല കൂടുതൽ ഇമ്പ്രൂവ് ആവട്ടെ. താങ്ക് യു. കറക്റ്റ് ആണ്, പോയിന്റ് പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണത്. അത് ഞാൻ വിട്ടുപോയ പോയിന്റ് ആയിരുന്നു. അതില് ഞാൻ പ്രാക്ടീസ് ചെയ്ത മറ്റൊരു കാര്യം ഇപ്പോ സാറ് പറഞ്ഞതുപോലെ അതായത് എന്റെ ലൈഫിൽ ഞാൻ ഓരോ സിറ്റുവേഷനിൽ ഞാൻ ഈ ഓവർ തിങ്കർ ആയിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ വരെ ഞാൻ എപ്പോഴും എന്തെങ്കിലും കേട്ടോണ്ടിരിക്കും. അത് പ്രാക്ടീസ് ചെയ്തു ഞാൻ. എനിക്ക് എന്താണ് ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അത് 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 കേട്ടോണ്ടിരിക്കും. എന്റെ മൊബൈലിലാണെങ്കിലും ഏതെങ്കിലും ഒരു രീതിയിൽ ഞാനത് കേട്ടോണ്ടിരിക്കും. അപ്പൊ അവിടെ എന്റെ നോളജിനെ ബിൽഡ് ചെയ്യാൻ ഞാൻ ഒരുപാട്, കാരണം ഞാനൊരു നോളജ് സീക്കറാണ്. അപ്പൊ ഞാൻ എന്റെ നോളജിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈം നോക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് വെറുതെ പോലും ഒന്ന് ടൈമില്ല. എനിക്ക് ടൈം തികയുന്നില്ല സത്യം പറഞ്ഞാൽ. കാര്യം ഇതാണ്, കാരണം എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ തന്നെ ആവട്ടെ, അങ്ങനെയാണ് ലൈഫിനെ നമ്മൾ ഫുള്ള് എൻഗേജ് ആക്കി നിർത്തുന്നത്. അപ്പൊ നമുക്ക് നെഗറ്റീവ് തോട്ട്സോ ഇതേപോലെയുള്ള അൺവാണ്ടഡ് ചിന്താഗതികളോ ഒന്നും വരില്ല എന്നുള്ളതാണ്. അതിന് പോസിറ്റീവ് അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലൊക്കെ നമുക്ക് നല്ലതാണ്. അത് പ്രാക്ടീസ് ചെയ്യാം. മെഡിറ്റേഷൻ, മൈൻഡ്ഫുൾനെസ്, ഇതൊക്കെ അതിന് ഒരുപാട് ഗുണം ചെയ്യും എന്നുള്ളതാണ്. ഇനി ആർക്കാണ് ചോദിക്കാനുള്ളത്? താങ്ക് യു ഫാത്തിമ മാം. ഒരു കാര്യം കൂടി ഇട്ടോ, ഞാൻ നേരത്തെ പറയാൻ മറ്റൊരു സംഭവമായിരുന്നു. മാം ഈ അടുത്ത് ഈ ഒരു ജേർണിയിലേക്ക് വന്ന ഒരാളാണ് കേട്ടോ, പേഴ്സണൽ ഡെവലപ്മെന്റ് ട്രെയിനർ. അതായത് ആള് സ്വന്തമായിട്ട് ചെയ്യാറുണ്ട് എന്നല്ലാണ്ട് ഇപ്പൊ കുട്ടികൾക്കും സ്റ്റുഡൻസിനും ക്ലാസ് എടുക്കുന്നുണ്ട്. കൂടെ ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളും കൂടെ ആണ് കേട്ടോ. ഞാൻ മാം അത് പറയുന്ന കരുതി, പക്ഷെ പറഞ്ഞ കണ്ടില്ല, ജസ്റ്റ് വിട്ടു, ഇതൊരു കുഴപ്പമില്ല. ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരാളും കൂടെ ആണ്. ഗവൺമെന്റ് ജോലിയാണ്, അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല. അതാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ഫിദ മാം ചോദിച്ചോളൂ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? നല്ല മഴയാണ് പുറത്ത്. താഴത്ത് കുട്ടികളെ സൗണ്ടും പുറത്ത് നല്ല മഴയും. അപ്പം നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൽ കുറച്ച് പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. മിസ്ന പറഞ്ഞ പോലെ VIP എന്ന് പറഞ്ഞ ഒരു സംഭവം ഫസ്റ്റ് ടൈം ആണ് കേൾക്കണത്. പിന്നെ അതുപോലെ 5:1 റൂൾ, അത് കുറച്ച് നല്ലൊരു അടിപൊളിയായി തോന്നി. കാരണം അത് കുറച്ച് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെ, ഇങ്ങനെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയാതെ ആ കാര്യം സിമ്പിൾ ആയിട്ട്. നമ്മൾ ഒരു നെഗറ്റീവ് തോട്ട് കേൾക്കുമ്പോൾ 5 പോസിറ്റീവ്. ഇപ്പൊ നമ്മള് പാരന്റിങ്ങിന്റെ വിഷയത്തില് പിന്നെ കേൾക്കലുണ്ട്. നമ്മളിപ്പം കുട്ടികളെ നമ്മൾ വഴക്ക് പറയും, അല്ലെങ്കിൽ കുട്ടികളുടെ അടുത്ത് നമ്മള് എന്തെങ്കിലും നമുക്ക് നാച്ചുറൽ ആയിട്ട് വന്നു പോണ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളെ പാരന്റ്സിൽ നിന്ന് കിട്ടുന്ന നമ്മൾ നേരെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാവും, ശരിയോ തെറ്റോ ഒന്നും നോക്കാതെ. ഒരു പോയിന്റിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും, അത് ചെയ്തത് പാടില്ലായിരുന്നു, തെറ്റായിരുന്നു എന്നുള്ള. അപ്പം അതേപോലെ തന്നെ നമ്മൾ ദേഷ്യം പിടിക്കുന്ന സമയത്തും അത് നമുക്ക് എപ്പോഴാണോ അത് നെഗറ്റീവായിട്ട് തോന്നുന്നത്, അപ്പൊ ആ സമയം തന്നെ നമുക്കൊരു ഞാൻ വേറൊരു ക്ലാസ്സിൽ കേട്ട അങ്ങനെ ഒരു സംഭവം, നമ്മളിപ്പോ വഴക്ക് നമുക്ക് പറയാം, പക്ഷെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹം കാണിച്ചാൽ മതിയെന്ന്. അപ്പൊ അത് അവിടെ മേക്കപ്പ് ചെയ്ത് പോയിക്കോളും. അതിന്റെ അർത്ഥം നമുക്കിപ്പോ നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാവില്ല എന്നല്ല. മനുഷ്യന്മാരാണ്, നമുക്ക് ഡെഫിനറ്റ്ലി പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിലൂടെ ഗോ ത്രൂ ചെയ്തു പോണ ആൾക്കാർക്ക് എന്തായാലും നെഗറ്റീവ് തോട്ട്സ് വരും. എന്താ നൈബേഴ്സിന്റെ അടുത്ത് നിന്നായാലും റിലേറ്റീവ്സിന്റെ അടുത്ത് നിന്നായാലും ഒരു കല്യാണ വീട്ടിൽ പോയാലും പല അർത്ഥത്തിലും. ഇപ്പൊ അവരുടെ അടുത്ത് നമ്മൾ സംസാരിച്ചോളണമെന്നില്ല, അവര് നമ്മളെ നോക്കിയാൽ തന്നെ ചിലപ്പോ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് അറിയാതെ പാസ് ചെയ്തു പോകും. ചില കുട്ടികളെ തന്നെ കല്യാണ വീട്ടിൽ കൊണ്ടുവരുത് പറയും, ചെറിയ കുട്ടികളെ അവരെ കാണിക്കരുത്. പണ്ടൊന്നും ഞാൻ വിശ്വസിക്കില്ല, ഇപ്പൊ എനിക്ക് അതിന്റെ മീനിങ് മനസ്സിലാണ്ട്. കാരണം നമ്മൾ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളും എനർജി വൈസ് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ അത്രയും അവെയർ ആയിരിക്കണം. നമ്മളെ തോട്ട്സിലും നമ്മളെ ആക്ഷൻ മാത്രം അവെയർ ആയ പോലെ നമ്മളെ തോട്ട്സിൽ നമ്മളിപ്പോ നമ്മളെ വീട്ടിൽ നിൽക്കുന്ന അവയർനെസ് ആയിരിക്കും നമ്മൾ പുറത്തു പോയാല്. കാരണം എന്തുകൊണ്ടാ, നമ്മൾ ചുറ്റും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നോണ്ടാ. അത് ഒരു വാക്കിൽ പറഞ്ഞാൽ പോരാ, അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഈ 5:1 റൂള് എനിക്ക് കണക്ട് ചെയ്ത് പോയത് അതിലേക്കാണ്. ഈ പാരന്റിങ്ങുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ലവ് കൊടുക്കുന്ന പോലെ നമ്മളും
ഒരു 5 ടൈംസ് ലവ് അല്ലെങ്കിൽ എന്താണോ ഒരു സംഭവം നമുക്കും കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അത് ഭയങ്കര യൂസ്ഫുൾ ആയി. അപ്പൊ അത് പറയണം തോന്നി. പിന്നെ ലാസ്റ്റ് ഇപ്പൊ മിസ്സിനെ പറഞ്ഞ ഗവൺമെന്റ് സെക്ടർ. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി ഏത് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ കുറച്ച് ബുക്സ് ഒക്കെ ഇവിടെ കാണും. പക്ഷെ ഞാനൊന്നും പഠിക്കുന്നൊന്നുമില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. കാരണം എന്റെ ഫാദർ അങ്ങനത്തെ ഒരു അപ്പൊ ഭയങ്കര ഞാൻ ഈ ഗവൺമെന്റ് സെക്ടറിനെ അതിന്റെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാൻ ഗവൺമെന്റ് സെക്ടറിലാണ് ആഗ്രഹം. അതായത് ഞാൻ ജോലി ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ഒരുപാട് കൺഫ്യൂഷൻ അടിച്ചത് ഈ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ ഒരു ട്രെയിനിങ് ഫീൽഡിലേക്ക് വരാൻ പറ്റുമോ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ട്രെയിനിങ് കോച്ചിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം സജസ്റ്റ് ചെയ്ത് തരാം. ഗവൺമെന്റ് ജോബ് കിട്ടാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാനൊരു ഒരു കാര്യം സജസ്റ്റ് ചെയ്ത് തരാം. അത് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ എന്റെ ലൈഫിൽ അത് ചെയ്തിട്ട് ഞാൻ സക്സസ് ആയ ആളാണ്. അതായത് അതായത് IAS കോച്ചിങ് IAS കോച്ചിങ് ചെയ്യാം. IASന് കോച്ചിങ് എടുക്കാം, കോഴ്സ് എടുക്കാം. ഒരു 6 മാസത്തെ കോഴ്സോ അങ്ങനെ ഒരു 7-8 മാസത്തെ കോഴ്സോ മറ്റോ ടാബ് കോഴ്സ് ഓൺലൈൻ കോഴ്സ് ഒക്കെ ആണെങ്കിലും ചെയ്താൽ മതി. പക്ഷെ അതിന് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കയറി പറ്റും എന്നുള്ളതാണ്. വേൾഡിലെ ടഫസ്റ്റ് എക്സാമിനേഷനിൽ ഒന്നാണ് IAS എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഷുവറായിട്ട് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് സെക്ടറിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും, നിങ്ങൾ അത്രയും ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നുള്ളതാണ്. അത് മാത്രമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. കാരണം എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് വർഷം എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 10-15 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി. അതെന്റെ ലൈഫിലെ ആദ്യത്തെ എക്സാമിന് കിട്ടിയില്ല, രണ്ടാമത്തെ എക്സാമിന് ഞാൻ ജോബിൽ കയറിയ ആളാണ്. അപ്പൊ ഞാനത് പ്രാക്ടീസ് ചെയ്ത്, കാരണം ഞാൻ IAS കോച്ചിങ് എടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. ഞാൻ 0 to എന്താ പറയാ A to Z വരെ ഞാൻ അതൊന്ന് പഠിച്ചു എന്നുള്ളതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പഠിക്കാതിരിക്കാൻ കഴിയില്ല. മുന്നിൽ കാണുന്ന എല്ലാം പഠിക്കണം. സോ നമ്മൾ പഠിച്ചു. അപ്പൊ അതിനേക്കാൾ ടഫുള്ള ഒരു എക്സാമും ഈ ഇന്ത്യ രാജ്യത്ത് ഇല്ല. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഏത് മേഖലയിലും ഏത് ഗവൺമെന്റ് സെക്ടറിലും കയറാൻ നമുക്ക് എളുപ്പമാവും എന്നുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് നമുക്ക് എല്ലാം പഠിക്കാനുള്ള ഒരു ഒരു ഐഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വരും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാം. ഞാൻ എന്തായാലും എന്റെ ജോബിന്റെ കാര്യം പറയാം. ഞാൻ കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ LD ക്ലർക്കാണ്. പക്ഷെ ഞാൻ ഒരു LD ക്ലർക്കിന്റെ ഒരു ജോബല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ലീഗൽ സർവീസസ് അതോറിറ്റിയിൽ പബ്ലിക് റിലേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ കോർഡിനേറ്റർ ആണ്. പിന്നെ ഹൈക്കോർട്ടിന്റെ പ്രോഗ്രാംസ് ഇതൊക്കെയാണ് ലക്ഷദ്വീപില് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്റെ ജോബ് ഉള്ളത്. താങ്ക് യു. മാം ഒരു ക്വസ്റ്റ്യനും കൂടി ചോദിക്കട്ടെ. ഇതിപ്പോ വേറൊരു ഫീൽഡ് ആണല്ലോ പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. അതും ഈ ഒരു ട്രെയിനിങ് ഫീൽഡും എങ്ങനെയാ കണക്ട് ചെയ്ത് കൊണ്ടുപോകണം? ഇപ്പം അതായത് ട്രെയിനിങ്ങിന് കണക്ട് ചെയ്തല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം അതാണ് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മള് ഏത് സെക്ടറിലേക്കാണോ നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സെക്ടർ എന്തായാലും IAS എക്സാമിന്റെ അത്ര ടഫസ്റ്റ് ആവില്ല. സോ നമുക്ക് ഈ IASന്റെ കോഴ്സ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ. അവിടെ നിങ്ങൾക്ക് ഏത് സെക്ടറിലാണോ നിങ്ങൾ പോകുന്നത് അവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഐഡിയ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾക്ക് വളരെ എളുപ്പം കഴിയും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ക്യാച്ച് ചെയ്യാൻ പറ്റിയോ എന്നറിയില്ല. മനസ്സിലായോ? ഞാൻ പക്ഷേ IAS ലെവലിലുള്ള PSC അല്ല, എന്റേത് ടെക്നിക്കൽ ലെവലിലുള്ളതാണ്. അപ്പൊ അതിന്റെ എനിക്ക് ഇത്ര ഓടൂല. ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ ഫീൽഡ് ആണ് ഞാൻ മെയിൻ ഫോക്കസ് അതാണ്. ഇതിന്റെ താഴെയുള്ള ടെക്നിക്കൽ എഴുതണം. അങ്ങനെയാണെങ്കിൽ മാക്സിമം അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാം. എന്തെങ്കിലും കോഴ്സിന് ചേരാം. അതായത് നമ്മൾ എന്താണോ ഏത് ജോബാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ജോബ് ഏതാണ് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസ് ഏതാണ് ആ എക്സാംസിന്റെ കോഴ്സ് നമ്മൾ ചെയ്യുക. വീട്ടിലിരുന്ന് നമ്മൾ പഠിക്കുക, ടൈം അതിന് കണ്ടെത്തുക എന്നുള്ളതാണ്.
മാനേജ് ചെയ്യാം, എല്ലാം മാനേജ് ചെയ്യാം. നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ കാര്യമായാലും നമ്മുടെ വീട്ടിലെ ജോലി ആയാലും നമ്മുടെ ഹസ്ബൻഡിന്റെ ആയാലും സഹോദരങ്ങളുടെ ആയാലും എല്ലാം മാനേജ് ചെയ്തുകൊണ്ട്, പക്ഷെ നമ്മുടെ ആ ടൈം നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഒരു എക്സ്ക്യൂസും ചെയ്യാതെ പഠിക്കുക എന്നുള്ളതാണ്. ഡെഡിക്കേഷൻ കൊടുക്കുക. അപ്പൊ ഷുവറായിട്ട് അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു 6-7 ഒരു 6 months ആണ് ഞാൻ പറയുന്നത്. ഒരു 6 months കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എങ്ങനെയായാലും പിന്നെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, ഏത് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസും ഏത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ബൈ പ്രാക്ടീസ് നമുക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇതായിട്ടുണ്ടാവും. ആ പ്രാക്ടീസിലൂടെ നമ്മൾ അത് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ബുക്സുകൾ ഫോളോ ചെയ്യുക, പഠിക്കുക. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു ഫിദ മാം, താങ്ക് യു ഫാത്തിമ. പോയി പിന്നെ ഒന്ന് VIP-യുടെ ഒരു മെത്തേഡ്, പിന്നെ 5 to 1 എന്നുള്ള ആ ഒരു രീതി നല്ല ഗുണമായിട്ടോ. അതുപോലെ തന്നെ മുന്നേ ഞാൻ കേട്ടുപോയ ഒരു സംഗതി ഉണ്ട്. അത് ഇങ്ങനെയാണ്, ഒരു AAA കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ആ കൺസെപ്റ്റ് ഇങ്ങനെയാണ്, പിന്നെ ഈ ബന്ധങ്ങൾ നിലനിർത്താൻ ഏറ്റവും നല്ല വഴി, ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്ന 3 Aകളുണ്ട്. ആ ഏതെന്ന് വെച്ചാൽ 1 അറ്റൻഷൻ, 2 അഫെക്ഷൻ, 3 അപ്രീഷിയേഷൻ. അത് എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നോ എല്ലാവരും എന്നെ അംഗീകരിക്കണമെന്നോ പിന്നെ എല്ലാവരും എന്നെ അഭിനന്ദിക്കണം എന്നൊക്കെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ ഈ ബന്ധങ്ങൾ നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി, ഇത് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുമ്പോൾ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ബന്ധങ്ങൾ കീപ്പ് ചെയ്യാൻ പറ്റും എന്നാ പറഞ്ഞത്. അപ്പോൾ ഞാൻ അത് ഇതും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയതാണ്, അല്ലാണ്ട് വേറെ ഞാനും ഒന്നുമല്ല. കേട്ടിട്ടുണ്ട്. ഞാൻ ട്രിപ്പിൾ ഇതേമാതിരി എ രണ്ട് കേട്ടിട്ടില്ല, ട്രിപ്പിൾ എ കേട്ടിട്ടില്ല. ഈ പറഞ്ഞു നിങ്ങളെന്താ പറഞ്ഞേ? അല്ല അതേമാതിരി ഞാൻ പറഞ്ഞോളൂ സാറ് പറഞ്ഞോ. അതേമാതിരി ഞാൻ കേട്ട വേറെ 2 സംഗതി, ഈ ഈച്ചകളുടെ സ്വഭാവമുണ്ട്. അത് 2 ഈച്ചകളെ പറയുന്നുണ്ട്. അതായത് ഈ 1ാമത്തെ ഈച്ച അതായത് നമ്മൾ ഈ കാണുന്ന ഈച്ചകളുണ്ടല്ലോ, അതൊരിക്കലും നല്ലതിൽ വന്നിരിക്കില്ല. അതെപ്പോഴും ഒരു മോശപ്പെട്ട സംഗതിയിലേ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളൂ. അതിന്റെ സ്വഭാവം അതാണ്. എന്നാ അതേ ഈച്ച വർഗത്തിൽ പെട്ടതാണ് തേനീച്ച. അത് നല്ലതിലേ ഇരിക്കുള്ളൂ. അപ്പൊ ഈ ഒരേ സാധനത്തിനെ 2 രീതിയിലൂടെ കാണുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ ഇവിടെ ആരോ പറഞ്ഞു ഇങ്ങനെ ചില ഭാഗത്ത് ഭയങ്കര നെഗറ്റീവാണ്, നമ്മൾ എന്താ ചെയ്യാന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. ഒരു ചരിത്രത്തിലൊരു സംഗതി ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ ഭയങ്കരമായിട്ട് ചീത്ത പറയും. ഈ ചീത്ത പറയുന്ന സമയത്ത് പ്രവാചകർ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന് തിരിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പ്രവാചകന്റെ മുഖം കറക്കുന്നുണ്ട്. പിന്നീട് അതിന്റെ വിശദീകരണം പറയുന്നത് ഇങ്ങനെയാണ്: ഇവരിങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരെ തിരിച്ച് മലായിക്കത്തിങ്ങൾ തിരിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ റിയാക്ട് ചെയ്തോ ആ സമയത്ത് പിന്നെ അത് നിന്നുപോയി. ഞാൻ റിസപ്ഷനിലല്ല, സോറി ഏട്ടാ, ഞാനതൊന്ന് ഇവിടെ കോള് വരുന്നു. ഓക്കെ, എന്തായാലും സാറ് വന്നിട്ട് പൂർത്തിയാക്കാം. അതേപോലെ ഞാൻ വേറൊരു കാര്യം കൂടി ഞാൻ പറയാൻ വേണ്ടിയിട്ട് എന്റെ മൈൻഡിൽ വന്നിരുന്നു, പക്ഷെ അത് മിസ്സായി. സോറി. അടുത്ത ആള് ചോദിക്കട്ടെ, എന്താണ് ചോദിക്കാനുള്ളത്? ഇനി ആരെങ്കിലും ഉണ്ടോ? മാം, നെക്സ്റ്റ് ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്ത് ആരും കാണുന്നില്ല. നെക്സ്റ്റ് ആരെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Good evening to all. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് ഹന്ന എന്നാണ്. എനിക്ക് ആദ്യം മുതലേ ഞാനിത് കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷം തോന്നി. ഈ ഒരു ക്ലാസ്സിൽ പെട്ടെന്ന് കയറിയതാണ്, ഒരു സ്റ്റാറ്റസ് കണ്ട് പെട്ടെന്ന് കയറിയതാണ്. അൽഹംദുലില്ലാ നമ്മൾ സ്നേഹിക്കുന്നിടത്ത് അൽഹംദുലില്ലാ നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കാണാൻ പറ്റും. പിന്നെ ഈ ലോകത്ത് നേരത്തെ ഒരു മാം ചോദിച്ച പോലെ ആരെയും നമുക്ക് മാറ്റാൻ കഴിയില്ല, പക്ഷെ നമുക്ക് ആഗ്രഹിക്കുന്ന കണ്ണുകളിലൂടെ കാഴ്ചപ്പാടിലൂടെ ഈ ലോകത്തെ കണ്ടു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ക്ലാസ്സിന്റെ ആദ്യം മുതൽ അവസാനം വരെ അൽഹംദുലില്ലാ അത് ഫീൽ ചെയ്ത് മനസ്സിലാക്കി അൽഹംദുലില്ലാ ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ഒരല്പസമയമാണെങ്കിലും നമ്മുടെ മനസ്സിനെ ആ ചിന്തകളിൽ ഉറച്ചു നിർത്താനും സാധിച്ചു. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് എപ്പോഴും പ്രാക്ടീസിൽ നമുക്ക് പ്രാക്ടീസ് ഒക്കെ പറഞ്ഞാലും നമുക്ക് എപ്പോഴും പ്രാക്ടീസോ ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയില്ല, പക്ഷെ നമ്മുടെ ചിന്തകളെ നമുക്ക് എപ്പോഴും പോസിറ്റീവിൽ നിർത്താൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാ.
കാരണം എന്ന് വെച്ചാല് ഈ ലോകത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. ഒരുപാട് നെഗറ്റീവും ഒരുപാട് ഇതും കാണാം. പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ഒരു അത്ഭുതമായ ഒരു മിറാക്കിൾ, അതില് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണമാണ്. ആ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആകുന്നിടത്ത് അൽഹംദുലില്ലാ നമുക്ക് ഈ ലോകത്തെ തന്നെ പോസിറ്റീവായി കാണാനും അതിന്റെ മനോഹാരിത ആസ്വദിക്കാനും പറ്റും. എപ്പോഴും മാറേണ്ടത്, ആരും പെർഫെക്റ്റ് അല്ല, ഒരു മനുഷ്യനും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല. അൽഹംദുലില്ലാ അത് പെർഫെക്റ്റ് ആക്കാനുള്ള നമ്മുടെ ശ്രമമാണ് നമ്മൾ കാണുന്നത്. എന്നാലും 100% പെർഫെക്റ്റ് ആരും ഇല്ല. ആ എത്രത്തോളം നമുക്കത് ആക്കാൻ കഴിയും എന്ന് നമ്മൾ തോന്നുന്നിടത്താണ് അൽഹംദുലില്ലാ നമ്മുടെ എല്ലാം വേദനകളും നമ്മൾ എങ്ങനെ നമ്മൾ ജീവിക്കണം. ഇപ്പൊ ഈ നിമിഷം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, ഈ പ്രസന്റ്, ഈ നിമിഷം, മറ്റൊന്നും നമ്മുടെ മനസ്സിൽ ചിന്ത വരാതെ നമുക്ക് എത്രത്തോളം നമ്മുടെ ഈ പ്രപഞ്ച ശക്തിയോട് പ്രപഞ്ചനാഥനോടും കടപ്പെട്ടാവോ അത്രത്തോളം സന്തോഷത്തിൽ പോവാമെങ്കിൽ ഓരോ ജീവിതവും ഭയങ്കര അത്ഭുതം നിറഞ്ഞതായിരിക്കും. ഇൻഷാ അല്ലാ എല്ലാം നന്മയിലാക്കി തരട്ടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു അൽഹംദുലില്ലാ. ഒരുപാട് സന്തോഷം തോന്നി. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഹന്ന മാം, താങ്ക് യു. നെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നോ? വേറെ ആരെങ്കിലും ഫീഡ്ബാക്ക് ആയിട്ടോ സജഷൻ ആയിട്ടോ എന്തെങ്കിലും? ഇല്ലാന്ന് തോന്നുന്നു അല്ലേ. കുറച്ച് ആൾക്കാരൊക്കെ എനിക്കൊന്നും ലേറ്റ് ആയപ്പോൾ ലീവ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ഏകദേശം 45% ഉണ്ടായിരുന്നു. പിള്ളേർ റെക്കോർഡിംഗ് ചെയ്യാൻ കഴിഞ്ഞോളൂ ഇൻഷാല്ലാ. എന്നാ മാം എന്തോ ലാസ്റ്റ് പറയാൻ വന്നിരുന്നു, നമുക്ക് പറഞ്ഞു അതിന്റെ അല്ല, പേര്. ഞാൻ പറഞ്ഞു വന്നത് എന്താ അറിയോ, ഇപ്പൊ ഈ നെഗറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുന്ന, അതായത് അത് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ പറയുന്നില്ലേ, ദേഷ്യം, അങ്ങനെയുള്ള കുറെ വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ വേർഡ്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കിയാൽ തന്നെ ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കും. പോസിറ്റീവ് എനർജി നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഞാൻ ദേഷ്യം എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യാറില്ല. അത് ഞാൻ എടുത്തു മാറ്റിയതാണ് എൻ്റെ ലൈഫിൽ നിന്ന്. നമുക്ക് ചില സമയത്ത് ഇങ്ങനെ അതായത് മീൻസ് ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോൾ നമ്മൾ പറയും, ഓ ദേഷ്യം വരുന്നു എന്ന് പറയുന്നില്ലേ, അതേ ആ ഒരു വേർഡ് തന്നെ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്തു മാറ്റി. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള എന്നുള്ള വാക്കുകൾ, അതേപോലെ നമ്മുടെ മക്കളോടായാലും ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനെ ഒരു വേർഡ് നെഗറ്റീവ് ഒരു വേർഡ്സ് അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു ഹാർഡായിട്ടുള്ള ഒരു വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് കേൾക്കാവോ? ഓക്കെ, കേൾക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് തന്നെ നമ്മള് പ്രോബ്ലം, ഞാനത് സെൻസൈ സാറിന്റെ അടുത്ത് നിന്നാണ് ഞാനത് പഠിച്ചത്. പ്രോബ്ലം സാർ പറയില്ല, ചലഞ്ച് എന്നേ പറയും. അപ്പൊ അത് നമ്മള് ലൈഫിലേക്ക് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കുറച്ച് വേർഡ്സ് തന്നെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസിറ്റീവ് എനർജി നമുക്ക് കീപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ഹന്ന മാമിന്റെ വാക്കുകളാണ് അത്രത്തോളം എന്താ പറയാ എന്നെ തൃപ്തിയാക്കിയത്. കാരണം അവര് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയത് എന്നാ പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തട്ടെ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പൊ എത്രത്തോളം എത്തിയെന്നറിയില്ല, എന്നാലും എന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇത്രയും സമയവും എന്റെ ഈ ഒരു അതായത് ഈ വിഷയത്തിലുള്ള സംസാരം കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഗ്രേറ്റ്ഫുൾ ആണ്. അൽഹംദുലില്ലാ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്ന മാം, അതേപോലെ ഹഫ്സൽ സർ. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്തിട്ട് 2 മാസം ആയിട്ടേ ഉള്ളൂ. അതിന്റെ പുറകിലുള്ള കുറച്ച് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഇന്നും ശരിയായിട്ട് ക്ലാസ്സുകൾ എടുക്കാനോ ഒന്നും തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ കുട്ടികൾക്കൊക്കെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓഫീസ് കഴിഞ്ഞിട്ടുള്ള ടൈമുകളിൽ ഒരു എന്താ പറയാ ഒരു നല്ലൊരു ഒരു ടീം മെമ്പേഴ്സുമായിട്ട് ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പാരന്റിങ്ങിന്റെ ക്ലാസ് ഒക്കെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോ എന്റെ ഫസ്റ്റത്തെ ക്ലാസ് ആണിത് എന്ന് തന്നെ പറയാം. എന്റെ ഫസ്റ്റത്തെ ഓൺലൈൻ സെഷൻ ആണിത്. ഫുള്ളി ലൈവ് ആയിട്ടുള്ള ഫസ്റ്റത്തെ സെഷൻ ആണ്. അപ്പൊ ഞാൻ ഫുൾ ഡെഡിക്കേഷൻ എന്നാലാവുമ്പോഴും ഞാനിതിന് നല്ലോണം ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ എനിക്ക് കഴിയുന്ന പോലെ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും താങ്ക് യു സോ മച്ച് ഹഫ്സൽ സർ, താങ്ക് യു സോ മച്ച് മിസ്ന മാം, താങ്ക് യു ഓൾ. താങ്ക് യു ഫാത്തിമ മാം, താങ്ക് യു. ഇൻഷാല്ലാ എന്തായാലും അടിപൊളി സെഷൻ തന്നെയായിരുന്നു. ഇനിയും ഫസ്റ്റ് സെഷനാണ് പറഞ്ഞല്ലോ, കൂടുതൽ സെഷനൊക്കെ എടുത്ത് കുറെ ആൾക്കാരിലേക്ക് എത്തട്ടെ. ഇൻഷാല്ലാ ലക്ഷദ്വീപിലെ ഏറ്റവും ബെസ്റ്റ് ട്രെയിനറായി ഇറങ്ങി വരുന്ന ട്രെയിനറായി നമുക്കും ഒരു പ്രൗഡായി മാറട്ടെ. ഇൻഷാല്ലാ. താങ്ക് യു. എന്തായാലും സെഷൻ താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ.